ഞാൻ ആവശ്യപ്പെട്ടാണ്. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ കരുണയാലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഒത്തുകൂടുവാനും ഇങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും പഠിക്കുവാനുമായിട്ട് തിരുസഭയെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കുന്നു. അതിന് നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓരോ കുടുംബത്തെയും സമർപ്പിക്കുന്നു, കുഞ്ഞുമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പല പല പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലായിരിക്കുന്നവരെ എല്ലാവരെയും ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവെ, അമ്മയുടെ സംരക്ഷണം ആവശ്യപ്പെടുന്നു, അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അമ്മയുടെ തിരുക്കുമാരന്റെ ആഗ്രഹപ്രകാരം ഒത്തുകൂടിയിരിക്കുന്ന ഞങ്ങളുടെ മേല് അമ്മയുടെ കരുണയും കൃപയൊക്കെ തരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അമ്മ കൂടെ ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഹൃദയത്തെ ഞങ്ങൾ എല്ലാവരും സമർപ്പിക്കുന്നു. ഇന്റർനെറ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോണി ചായനെ പ്രത്യേകം സമർപ്പിക്കുന്നു. ജോണി ചായന്റെ ക്ലാസ്സുകളും പ്രിപ്പറേഷനും എല്ലാം പരിശുദ്ധാത്മാവിനാൽ പൂരിതമായി അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അതിന്റെ ക്ലാസ്സുകളുടെ വിവരണം നൽകുവാനായിട്ട് സാധിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും പരിശുദ്ധ സ്ത്രീത്വത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. അപ്പൊ നമ്മള് ഇന്നെന്തായാലും ചത്താലും ചത്തില്ലേലും ചൊവ്വാഴ്ച ചവിടക്കുന്നത് കൊണ്ട് അറിയിപ്പുണ്ടായതുപോലെ ഇന്നെന്തായാലും നമ്മൾ ഇത് ക്ലോസ് ചെയ്യും, അവസാനിപ്പിക്കും കരുണാസമ്പന്നൻ എന്ന ചാക്രിക ലേഖനം. അപ്പൊ ഇതിന്റെ ഇന്ന് അവസാനിപ്പിക്കുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഓവർവ്യൂ നടക്കുകയാണ്. അതുകൊണ്ട് നാടകത്തിന്റെ അടുത്ത രംഗത്തോടു കൂടി ഇത് അവസാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്ത രംഗത്തിന്റെ മുമ്പുള്ള ഗ്യാപ്പില് അഭിനേതാക്കളുടെ കാര്യം പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത രംഗത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ. അപ്പോ ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. വളരെ വ്യത്യസ്തമായ ശൈലി മുഴങ്ങുന്ന രണ്ട് ഭാഗങ്ങളുണ്ട് ഈ കരുണാസമ്പന്നനില്. ആദ്യത്തെ 5 അധ്യായങ്ങള് ഒരു കരുണയുടെ ഒരു എന്താ പറയാ ഹെസദല്ല, നമുക്ക് എന്താ പറയാ, നമ്മുടെ തന്നെ ഭാഷയില് ഇപ്പൊ നമ്മൾ പഠിച്ചതിന്റെ ഭാഷ ഒരു റഹാമി ഒക്കെ പേർന്ന നനവാർന്ന മാധുര്യമുള്ള കാരുണ്യത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പതിഞ്ഞ താളത്തിലാണ് ഇത് ആരംഭിക്കുന്നത് തന്നെ. അതൊക്കെ ഈ ജോൺ പോൾ രണ്ടാമന്റെ ഒരു ചാരുത, അദ്ദേഹത്തിന്റെ ഒരു കവിതാപരമായ, അദ്ദേഹം അല്ലെങ്കിൽ തന്നെ ഒരു നാടകക്കാരനും ഒരു അടിമുടി ഒരു കലാകാരനുമാണ് എന്ന് ഇതിനകത്ത് സ്പഷ്ടമാണെന്നേ പറയണ്ടു. ആ കാര്യം എന്താ വെച്ചാൽ അതുപോലെയാണ് അത് ആരംഭിക്കുന്നത്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ആദ്യത്തെ ചാപ്റ്ററാണ്. ഞാൻ പറഞ്ഞ ഒരു കർട്ടൻ റൈസർ ആണെന്ന്, അതിൽ കൂടുതൽ അതിനൊരു നല്ല വിശേഷണം ഇല്ല. എന്താണ് ക്രിസ്തു പഠിപ്പിച്ചത് എന്ന് 2-ാമത്തെ അധ്യായത്തിൽ മെസയാനിക സന്ദേശം പറഞ്ഞു. ജീവിതം തന്നെ മെസയാനിക സന്ദേശമായിരുന്നു. കാരുണ്യത്തിന്റെ മനുഷ്യാവതാരം, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യത്തിന്റെ മനുഷ്യാവതാരമായ ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചു മരിച്ച് എന്നേക്കുമായി നമ്മോട് കൂടി ഇരിക്കുന്നത് വഴിയായി ആരാണ് കാരുണ്യത്തിന്റെ ദൈവമെന്ന് അവിടുന്ന് വളരെ സ്ഫുടതയോടുകൂടി യാതൊരു സംശയവുമില്ലാതെ അവിടുന്ന് പറഞ്ഞു വെച്ചു. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് പോയി. അതിനൊരു കാരണമുണ്ട്. നമ്മൾ ക്രിസ്തീയമായ ഒരു ആശയം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഗതിയെ സമീപിക്കുമ്പോൾ അതിനെപ്പോഴും പഴയ നിയമത്തിന്റെ ഒരു പശ്ചാത്തലം വേണം. പഴയ നിയമത്തിന്റെ പരിപ്രേക്ഷ്യത്തിലാണ് പുതിയ നിയമത്തിലെ സംഗതികളെ സമീപിക്കേണ്ടത് എന്ന വളരെ പ്രസിദ്ധമായ ബെനഡിക്ടോസ് 16-ാമന്റെ സമീപനം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് കർത്താവിന്റെ വചനം എന്ന ചാക്രിക ലേഖനത്തിൽ, അപ്പസ്തോലിക പ്രബോധനത്തിൽ നമ്മൾ കണ്ടത്. തദനുസൃതമായി അദ്ദേഹം സംസാരിക്കുന്നത് പഴയ നിയമത്തിലെ കാരുണ്യത്തെ സംബന്ധിച്ചിട്ടാണ്. അവിടെ നമ്മൾ കണ്ടത് ദൈവം കരുണാമയനാണ്, പക്ഷേ അനുസരണശാലികളായിരുന്നില്ല ഇസ്രായേലിയർ. കുറെ കൂടി വിശാലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്രായേലിയർ നമ്മുടെ സാധാരണ ജനത്തിന്റെ, ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ഒരു നഖചിത്രമായിരുന്നു, ഒരു പരിച്ഛേദമായിരുന്നു. അവര് ദൈവത്തെ അനുസരിക്കുക എന്നതിനേക്കാൾ ഉപരി ശ്രദ്ധ പതിപ്പിച്ചത് എങ്ങനെ അനുസരിക്കാതിരിക്കാം എന്നതിലാണ് എന്ന് വേണമെങ്കിൽ നമുക്കൊരു ഇത്തിരി പരിഹാസത്തോടു കൂടി പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ കൽപ്പനകൾ സിദ്ധിച്ചിട്ടും അതനുസരിച്ച് നടന്ന ഒരു ജനതയായിട്ട് നമുക്ക് അവരെ വിശേഷിപ്പിക്കാൻ കഴിയില്ല.
നമ്മൾ വളരെ പ്രാസഭംഗിയോടുകൂടി പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. വീഴ്ച, വിലാപം, വീണ്ടെടുപ്പ്. ഇതിന്റെ ചരിത്രമായിരുന്നു അവരുടേത് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അങ്ങനെ വീഴ്ചയിലും വിലാപത്തിലും നിതാന്ത സ്നേഹത്തോടു കൂടി തേടി വരുന്ന ഒരു ദൈവത്തെ, സകലതും പുനഃസ്ഥാപിക്കുന്ന ഒരു ദൈവത്തെ, അവർ കാരുണ്യത്തിന്റെ ദൈവത്തെ പഴയ നിയമ ചരിത്രത്തിൽ ഇസ്രായേലിയർ കണ്ടുമുട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നത് കാരുണ്യത്തിന്റെ ഒരു മാറ്റപ്പേരാണ് എന്ന് കൂടി നാം മനസ്സിലാക്കിക്കൊണ്ട് ധൂർത്തപുത്രന്റെ ഉപമയിലേക്ക് കടന്നു. ധൂർത്തപുത്രന്റെ ഉപമ എനിക്ക് തോന്നുന്നു ഒരു വിസ്ഫോടനം തന്നെ നമ്മുടെയൊക്കെ ഒരു മനസ്സിൽ, ഹൃദയമുകുരത്തിൽ ഉണ്ടായി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇന്നോളം നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ വ്യാഖ്യാനങ്ങളെയും ഉല്ലംഘിക്കുന്ന ഒരു വ്യാഖ്യാനമാണ് നമ്മൾ അവിടെ കണ്ടത്, നമ്മൾ പഠിച്ചത്. ദൈവത്തിന്റെ സ്നേഹം എന്നത് മനുഷ്യന്റെ നീതിയെ ഉല്ലംഘിക്കുന്നതാണെന്നും മനുഷ്യൻ അവന്റെ യുക്തി അനുസരിച്ച് നീതിയുടെ ഭാഷയിൽ ചിന്തിക്കുമ്പോൾ ദൈവം തേടി വരുന്ന ദൈവം അവന്റെ മനുഷ്യ മഹത്വത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നീതിയെ ഉല്ലംഘിക്കുന്ന കരുണയാൽ അവനെ മൂടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ശാശ്വതമായി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന മഹത്തായ സന്ദേശം നൽകിക്കൊണ്ടാണ് ധൂർത്തപുത്രന്റെ ഉപമ പര്യവസാനിക്കുന്നത്. അതിനുശേഷം അത് ഒരു ക്ലൈമാക്സിന്റെ തൊട്ട് മുമ്പുള്ള ഒരു മിനി ക്ലൈമാക്സ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒന്നാണെങ്കിൽ, നമ്മൾ പെസഹ രഹസ്യം എന്ന ദൈവകരുണയുടെ അതീവ ഗഹനവും അത്ര എന്താ പറയുക അതിമഹനീയവുമായ ആ പ്രകാശനത്തെ കുറിച്ച് നമ്മൾ കണ്ടു. പെസഹ രഹസ്യത്തിൽ അവതരിച്ച യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ പൂർണ്ണത നമ്മൾ കണ്ടു. എത്ര മഹനീയമായിരുന്നു ആ ഒരു സങ്കല്പം എന്നുള്ളത്, ആ ഒരു പഠനം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നു. പെസഹ രഹസ്യത്തിൽ നമ്മൾ കണ്ടത് ഇതാണ്: ക്രിസ്തു തന്നെ തന്നെയും ദൈവത്തിന്റെ നീതിക്കായി വിട്ടുകൊടുത്തുകൊണ്ട് തേടി വരുന്ന അവിടുത്തെ സ്നേഹത്തിന്റെ മനുഷ്യനെ വിധേയനാക്കി എന്നുള്ളത്. അങ്ങനെ ഒരിത്തിരി ആത്മസംഘർഷത്തോടു കൂടിയല്ലാതെ നമുക്ക് അതിനകത്ത് നിന്ന് കടന്നു പോരാൻ കഴിഞ്ഞില്ല. ആ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ബലിയാടായി തന്റെ ക്രൂശ് മരണത്താൽ നമ്മുടെ എല്ലാവരുടെയും നീതി അർഹിക്കുന്ന സകല കാര്യങ്ങളും നിറവേറ്റി. അങ്ങനെ അവിടുത്തെ അടിപ്പിണരാൽ നാം സൗഖ്യം പ്രാപിച്ചു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അന്ന് നമ്മൾ ഒരു കാര്യം വിസ്താര ഭയം കൊണ്ട് വെറുതെ വിട്ടു. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഇതാണ് സംഗതി. ഏറെ ക്രിസ്തുവിന്റെ പീഠാനുഭവത്തെ സംബന്ധിച്ചിട്ട് ഏറെ ചർച്ച ചെയ്യുകയും ഏറെ പഠിക്കുകയും ചെയ്തിട്ടുള്ള അതിനി ഒരു പുനരവലോകനത്തിന് വേണ്ട എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ അതിനെ ഒന്ന് ഒതുക്കി പറഞ്ഞു. പക്ഷേ കുരിശിനപ്പുറത്തേക്ക്, ഒഴിഞ്ഞ കല്ലറയിലേക്ക് നമ്മുടെ പ്രത്യാശ നമ്മളെ ആനയിക്കുന്നുവെന്നും ഒന്നും ഒരിടത്തും ഒടുങ്ങുന്നില്ലെന്നും മരണം എന്നത് ഒടുക്കമല്ല തുടക്കമാണെന്നും കണ്ടുകൊണ്ട് നമ്മൾ ഉത്ഥാനത്തിന്റെ പ്രത്യാശയിലേക്ക്, അവിടെയാണ് മനുഷ്യന്റെ മഹത്വം പൂവണിയുന്നത് എന്ന കണ്ടെത്തലിലേക്ക് നയിക്കപ്പെട്ടു. അത്രയും ഒരുതരം വ്യക്തിപരമായ അല്ലെങ്കിൽ നനുത്ത ഓളങ്ങളുള്ള ഒരു ശാന്തമായ നദി പോലെ ഒഴുകിയതാണ് നമ്മുടെ കരുണാസമ്പന്നൻ എന്ന ചാക്രിക ലേഖനം. ക്രിസ്തുവിന്റെ സ്നേഹം, ദൈവത്തിന്റെ തേടി വരുന്ന കാരുണ്യം, മനുഷ്യന്റെ നീതിക്ക് മാത്രം വിധേയനാകുന്ന, അതിന് മാത്രം തന്റെ മാനദണ്ഡം അനുസരിച്ച് നീതിക്ക് സ്വയം വിധേയനാകുന്ന മനുഷ്യൻ, പഴയ നിയമ പശ്ചാത്തലം, എല്ലാം കൂടെ ഒരു ക്രൈസ്തവ വിഷയം. അത് വളരെ സങ്കുചിതമായ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ക്രിസ്ത്യാനികൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ പോയി. വളരെ മനോഹരമായ ഈ സംഗതി പെട്ടെന്ന് അപ്പോ നമ്മള് കണ്ടത് വളരെ ശാന്തമായിട്ടൊഴുകുന്ന ഒരു നദി പെട്ടെന്ന് രൗദ്രഭാവം പൂണ്ടതുപോലെ വളരെ പെട്ടെന്ന് അദ്ദേഹം
ഇതിനെ ഒരു ആഗോള പശ്ചാത്തലത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയാണ്. ഇന്നിന്റെ ലോകത്തിലേക്ക് ഈ കരുണയുടെ ആവശ്യകതയെ മാറ്റി പ്രതിഷ്ഠിക്കുകയാണ്. കാരുണ്യം തലമുറ തോറും. കാരുണ്യം തലമുറ തോറും എന്ന തൻ്റെ ആ അധ്യായത്തിലൂടെ, ആ തൻ്റെ ആശയം മുന്നോട്ട് കൊണ്ടുവരുന്നതിലൂടെ അദ്ദേഹം 3 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്നാമത്തേത്, നമ്മുടെ തലമുറയുടെ ഒരു പ്രതിബിംബം എന്ന ഉപശീർഷകത്തിൽ നാം ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ജനറേഷനാണ്. നാം ഒരു വളരെ അവകാശങ്ങളൊക്കെ ഉള്ള, വളരെ അവകാശങ്ങളെ ആസ്വദിക്കുന്ന, അവകാശമാക്കിയിരിക്കുന്ന ഒരു തലമുറയാണ്. ഒരുപാട് കാര്യങ്ങൾ അവകാശമാക്കിയിരിക്കുന്ന ഒരു തലമുറയാണ് എന്ന് നമ്മൾ കണ്ടു. ഒരു വശത്ത് നേട്ടങ്ങളുടെ ഒരു പട്ടിക അദ്ദേഹം നിരത്തി വെച്ചു. ഏതോ കാലത്ത് കുതിരപ്പുറത്ത് കയറിയ നമ്മുടെ പൂർവികൻ ഈ അടുത്ത കാലത്ത് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ഇപ്പൊ സൂപ്പർസോണിക് ജെറ്റ് വിമാനത്തിലായി. അതായത് അത്രയേറെ മാറ്റത്തിന് വിധേയമായി. വിവര സാങ്കേതിക വിദ്യകള്, വിശേഷാനുകൂല്യങ്ങൾ എന്നു വേണ്ട, മനുഷ്യൻ ഈ സമീപകാലത്ത് നേടിയെടുത്ത അത്ഭുതജനകമായ ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് എണ്ണിപ്പാടിയതിനു ശേഷം അദ്ദേഹം കോട്ടങ്ങളിലേക്ക് കടക്കുന്നു. ഈ കോട്ടങ്ങൾ മുഴുവൻ എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സകല സ്ഥലങ്ങളിലും ഈ കോട്ടങ്ങളുമുണ്ട്, നേട്ടങ്ങൾ ഉന്നതങ്ങളാണെങ്കിൽ കോട്ടങ്ങൾ അത്യഗാധങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവ തമ്മിലുള്ള വൈരുദ്ധ്യത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഈ ഒരു അധ്യായം തൊട്ടിട്ട് ഇതിന്റെ ഒരു ശൈലി പോകുന്നത് സാധാരണ ഒരു കരുണയെ പ്രതിപാദിക്കുന്ന, കരുണ ഒരു മുഖ്യ വിഷയമായി, ഏക വിഷയമായി പരാമർശിക്കുന്ന ഒരു ചാക്രിക ലേഖനത്തിന്റെ തനത് ശൈലിയിൽ നിന്ന് വിഭിന്നമായ ഒരു സാമൂഹിക പ്രബോധനമായി ഇത് വഴിമാറുകയാണ്. അവിടെയാണ് വളരെ പ്രകടമായ ഒരു മാറ്റം സംഭവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. പിന്നീട് അദ്ദേഹം അടുത്ത അതിലേക്ക് അസ്വസ്ഥതയുടെ ഉറവിടങ്ങൾ എന്ന ഉപശീർഷകത്തിലേക്ക് വരുമ്പോൾ ഈ സാമൂഹിക പശ്ചാത്തലം കുറെ കൂടി തീവ്രത ആർജിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഈ ലോകത്തിൽ മിച്ചം ഉപയോഗിക്കാതെ കളയുന്ന ലെഫ്റ്റ് ഓവർ, അത് മതി അനേകർക്ക് ആഹാരം. അതുപോലെ തീക്ഷ്ണമായ ഭാഷയിൽ അദ്ദേഹം ഒരു വേള കാർക്കശ്യത്തോടും മറ്റൊരു വശത്ത് പരിഹാസത്തോടും ഒക്കെ കൂടെ അദ്ദേഹം ലോകത്തിന്റെ ഉള്ളായ്മകളെയും വല്ലായ്മകളെയും ഇല്ലായ്മകളെയും ഒക്കെ സമീപിക്കുകയാണ്. ഉള്ളവൻ പുളയ്ക്കുന്നു, ഇല്ലാത്തവൻ പുളയുന്നു എന്ന ഒരു ഭീകരമായ സത്യത്തെ അദ്ദേഹം വളരെ പ്രസ്പഷ്ടമായി കൊണ്ടുവരികയാണ്. ഉള്ളവന് മതിയാണ്, അവന് മതിയായത് മുഴുവൻ ആവശ്യമുള്ളതെല്ലാം ഉണ്ട്, എന്നിട്ടും അവൻ അസ്വസ്ഥനാണ്. അത് അദ്ദേഹം മറ്റൊരു ഭംഗിതരേണ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്. ഇല്ലാത്തവൻ ഇല്ല, അവന്റെ ജീവിതത്തിൽ സംഘർഷം പുലരുന്നു, അവന്റെ ജീവിതത്തിൽ വറുതിയും ദാരിദ്ര്യവും ദുഃഖവുമാണുള്ളത്. ഇവിടെ നമ്മൾ കാണുന്നത് കാരുണ്യത്തെ സംബന്ധിക്കുന്ന ഒരു പ്രതിപാദനമൊന്നുമല്ല, പ്രതുത കാരുണാരഹിതമായ ഒരു ലോകത്തിൽ എന്ത് സംഭവിക്കും എന്നതിന്റെ നിരീക്ഷണമാണ്, തീക്ഷ്ണമായ നിരീക്ഷണമാണ്. പലപ്പോഴും അതൊരു സാമൂഹിക പ്രബോധനത്തിന് അപ്പുറത്തേക്ക് അടിമയ്ക്ക് വേണ്ടിയുള്ള നിലവിളിയായി പോലും മാറുകയാണ്. അതിനും അപ്പുറത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് നീതി മതിയാകുമോ എന്ന ചോദ്യമാണ് രണ്ടാമത് അദ്ദേഹം ചോദിക്കുന്നത്. നീതി മതിയാകുമോ എന്ന ചോദ്യം. ഈ നീതി മതിയാകുമോ എന്ന ചോദ്യത്തിന് അടിച്ചമർത്തപ്പെട്ടവനോട്, ദാരിദ്ര്യം സഹിക്കുന്നവനോട്, അസമത്വം ജീവിതത്തിൽ മുഴുവൻ ഒരു സഹനമായി കൊണ്ടു നടക്കുന്നവനോട് നാം നീതി കാണിക്കണം എന്ന ഒരു പോയിന്റിൽ നമ്മൾ ഇതിനു മുമ്പ് എത്തുകയാണ് ഈ രണ്ടെണ്ണത്തിലൂടെ. അതിനുശേഷം അദ്ദേഹം ചോദിക്കുന്നു, നമുക്ക് നീതി മതിയാകുമോ? നീതിയാണോ ഈ ലോകത്തിൽ നടത്തേണ്ടുന്നത്? കൊള്ളയുടെ പുതുശൈലികളുള്ള ഈ ലോകത്തില്, നവകൊളോണിയലിസത്തില് ഒരിടത്തേക്കും പോകാതെ, ഒരു രാജ്യത്തിലും വെന്നിക്കൊടി കുത്താതെ, നവമാധ്യമങ്ങൾ കൊണ്ട് രാജ്യങ്ങളെയും ചിന്തകളെയും സമ്പദ് വ്യവസ്ഥകളെയും മനുഷ്യകുലത്തിലെ ഓരോ മനുഷ്യരെയും കൊള്ളയടിക്കുന്ന പുതു സമ്പ്രദായങ്ങൾ ഉള്ളപ്പോൾ അവിടെയൊക്കെ നീതി നിഷേധിക്കപ്പെടുമ്പോൾ, മനുഷ്യൻ അടിച്ചമർത്തപ്പെടുമ്പോൾ നീതി മതിയാകുമോ? അദ്ദേഹം ചോദിക്കുന്നത് ഇതാ. ഇത്തിരി പരിഹാസത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാനുഷിക നീതി സംരക്ഷിക്കപ്പെടാനും മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കപ്പെടാതെ നോക്കാനും വേണ്ടി ഒരുപാട് പ്രഖ്യാപനങ്ങളും ഒരുപാട് സംഘടനകളും ഒരുപാട് മുന്നേറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവയിൽ പലതും ഏട്ടിലെ പശുവാണ്.
നിശ്ചയിക്കപ്പെടുന്ന ഫലമോ ആഗ്രഹിക്കുന്ന ഫലമോ അത് നൽകുന്നേയില്ല. വീണ്ടും അദ്ദേഹം പറയുന്നു, സമാധാനപൂർണമായ അടിമകളാക്കൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഈ ലോകത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഷയ്ക്ക്, വാക്കുകൾക്ക് തീപിടിക്കുന്ന സമയങ്ങളാണ് സമാധാനപൂർവമായ അടിമകളാക്കൽ എന്നൊക്കെ പറയുന്നത്, പീസ്ഫുൾ സബ്ജുഗേഷൻ. അപ്പോ അത് മനുഷ്യരെ മാത്രമല്ല, കൊള്ളയടിക്കപ്പെടുന്ന പരിസ്ഥിതികളുണ്ട്, കൊള്ളയടിക്കപ്പെടുന്ന സമുദായങ്ങളുണ്ട്, കൊള്ളയടിക്കപ്പെടുന്ന മനുഷ്യ വ്യക്തികളുണ്ട്, സമൂഹങ്ങളുണ്ട്, മുന്നേറ്റങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. മനുഷ്യന്റെ സാമ്പത്തിക സാമൂഹിക മേഖലകൾ കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവയോരോന്നും സമാധാനപൂർവകമായ ഒരിറ്റ് രക്തം പോലും ചിന്താതെ, ആരെയും ചങ്ങലയ്ക്ക് വിധേയമാക്കാതെ തടവുകാരാക്കുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. പീഡനത്തിന്റെ ഈ പർവം, നിരന്തരമായ ഈ സഹനത്തിന്റെ ഒരു കാണ്ഡം കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ പറ്റുകയില്ല. അദ്ദേഹം പല പല ഭീഷണികളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മനുഷ്യ സമൂഹം നേരിടുന്ന ഈ അടിമത്തത്തെ കുറിച്ച് അദ്ദേഹം വല്ലാതെ രോഷത്തോടു കൂടെ തന്നെ സംസാരിക്കുന്നുണ്ട്. മനുഷ്യന്റെ ജീവൻ ഗർഭാവസ്ഥയിൽ തന്നെ ബഹുമാനിക്കപ്പെടാത്ത അവസ്ഥയെ കുറിച്ച് അദ്ദേഹം രോഷം കൊള്ളുന്നു. പിറന്ന കുഞ്ഞിനെ കൊന്നാൽ അത് കൊല്ലാനല്ല, മേൽനോട്ടത്തിനൊരിത്തിരി വിഘാതമാണെങ്കിൽ അത് ശിക്ഷ കൽപ്പിക്കുന്ന നല്ല കാര്യമാണ്. ശിക്ഷ കൽപ്പിക്കുന്ന രാജ്യത്ത് പിറക്കാത്ത കുഞ്ഞിനെ കൊല്ലുന്നതിന് ഒരു ഒരു കൂസലുമില്ല എന്നത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പിറന്ന കുഞ്ഞും പിറക്കാത്ത കുഞ്ഞും തമ്മിൽ പ്രായവ്യത്യാസമേ ഉള്ളൂ, പ്രാണവ്യത്യാസമില്ല എന്ന കാര്യം ജനം മറക്കുന്നു എന്നത് അദ്ദേഹം വിലപിക്കുന്നു. വീണ്ടും കുടുംബങ്ങള് അസ്ഥിരമാക്കപ്പെടുകയാണ്. വിവാഹമോചനങ്ങൾ സർവ്വസാധാരണമാക്കപ്പെടുന്നു. വിവാഹത്തിന്റെ സാരാംശപരമായ എല്ലാ നന്മകളും നിഷേധിക്കപ്പെടുകയാണ്. ഐക്യം, വിശ്വസ്തത, അഖണ്ഡത, ജീവനോടുള്ള തുറവി എല്ലാതും നിഷേധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തിന്മ നന്മയുടെ രൂപത്തില്, നന്മയായി അനുവാദപൂർണമായ ഒരു സ്വാഗതത്തോടു കൂടെ കടന്നു വരികയാണ്. അതിലൊന്നാണ് സ്വർഗ വിവാഹം. വിവാഹത്തിന് അനുപേക്ഷണീയമായ ഈ 4 ഘടകങ്ങൾ ഇല്ലാതിരിക്കെ സ്വർഗ വിവാഹം വിവാഹമേ അല്ല എന്നുള്ളത് നാം മറന്നുപോകുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ്. വീണ്ടും വ്യക്തിയുടെ മഹത്വത്തെയും സ്വാതന്ത്ര്യത്തെയും അവന്റെ മഹാത്മ്യത്തെയും ആണ് ഇത്തരത്തിലുള്ള പാപചേഷ്ടകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എന്ന് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു വശത്ത് സമ്പന്നരും അമിതഭോഗികളുമായവർ അരങ്ങ് തകർക്കുമ്പോൾ മറുവശത്ത് വിശപ്പും ദാഹവും കൊണ്ട് പൊറുതിമുട്ടുന്നവരും ദരിദ്രരും ഉള്ള ഈ ലോകത്തില് നീതി മതിയാകുമോ? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം അതാണ്. അതുകൊണ്ട് ഭൗതികവും ആത്മീയവുമായ തിന്മ, വൈരുദ്ധ്യങ്ങൾ, സംഘർഷങ്ങൾ എന്നിവ നിലവിലുള്ളപ്പോൾ നീതി മതിയാകുമോ? അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു. സമകാലീന മനുഷ്യന്റെ വേപധു മാറ്റുവാൻ, അവന്റെ നഷ്ടപ്പെട്ടു പോയ മഹത്വം കണ്ടെത്തുവാൻ നീതി മതിയാകുമോ? നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊടുത്താൽ മതിയോ? അവൻ ആഗ്രഹമുള്ള വിശപ്പിന് വേണ്ടുന്ന ഭക്ഷണം കൊടുത്താൽ മതിയോ? സമ്പത്തും സമൃദ്ധിയും ഉള്ളവൻ അതിൽ നിന്നൊരു ഒരു ഓഹരി അതില്ലാത്തവന് കൊടുത്താൽ മതിയോ? നീതി കൊടുത്താൽ മതിയോ? നീതി മതിയാകുമോ? അദ്ദേഹം ചോദിക്കുന്നു. അങ്ങനെ ആ അവസാനത്തെ സബ് ടോപ്പിക്കിലേക്ക്, ഉപശീർഷകത്തിലേക്ക് കടന്നു വരുന്നു. നീതി മതിയാകുമോ? വർത്തമാനമായ രീതിയിൽ ഈ ലോകത്തിൽ സംഘർഷങ്ങളുണ്ട്. ആ സംഘർഷങ്ങളിലെല്ലാം നീതിക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത അഭിനിവേശത്തിലെല്ലാം സഭ പങ്കുചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ സാമൂഹികമായ ഉന്നതമായ ബോധത്തെ മാർപ്പാപ്പ ഇവിടെ വെളിവാക്കുകയാണ്. വിവിധ സാമൂഹിക പ്രബോധനങ്ങളെ കുറിച്ചിട്ട് അവിടെ സൂചിപ്പിക്കുന്നു. അവയുണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. നമുക്കറിയാം, ഈ ഗ്രൂപ്പ് റേരും നോവേരും സാമൂഹിക പ്രബോധനങ്ങളെ സംബന്ധിച്ചിട്ട് പൊതുവായും റേരും നോവേരും എന്നത് വളരെ പ്രത്യേകമായും പറഞ്ഞു വെച്ചു. അതുകൊണ്ട് തന്നെ സാമൂഹിക പ്രബോധനങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് ഇനി ഇവിടെ നമ്മൾ പറയേണ്ടുന്ന കാര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, സദാപി സഭ ഉത്സുകയാണ് ഈ ലോകത്തിൽ സാമൂഹികമായ മാറ്റം സംഭവിക്കാൻ വേണ്ടി, ഈ ലോകത്തിൽ നീതി നടപ്പാക്കാൻ വേണ്ടി പ്രബോധനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഇടപെടലുകൾ കൊണ്ടും ക്രിയാത്മകമായ
ഒരു ചുവട് വെക്കാൻ, ഒരു ചുവടല്ല അനേകം ചുവടുകൾ വെക്കാൻ സഭ സദാ സന്നദ്ധയാണ്, ഉത്സുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വീണ്ടും അദ്ദേഹം എന്നാലും നീതി അപര്യാപ്തമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ടാണ് നീതി അപര്യാപ്തമാകുന്നത്? അസൂയ, മാത്സര്യം, ക്രൂരത, വിദ്വേഷം, ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇവയൊണ്ടാണ് ഈ അനീതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എങ്കിൽ അവയ്ക്ക് നീതിയല്ല കൊടുക്കേണ്ടത്. അവിടെ എന്താണോ അനീതിയുടെ ഉത്ഭവമായിരിക്കുന്നത് അവിടെ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അരൂപിയാൽ ചികിത്സിക്കുകയാണ് വേണ്ടത്. അതായത് വിദ്വേഷത്തിന്റെയും അനീതിയുടെയും അസമത്വത്തിന്റെയും ഉറവക്കണ്ണുകൾ എവിടെയാണോ അവിടെയാണ് ചികിത്സ വേണ്ടത്. വിഷലിപ്തമായിരിക്കുന്ന സമൂഹത്തില് അല്ലെങ്കിൽ വിഷം തീണ്ടി നിസ്തേജരായിരിക്കുന്ന സമൂഹത്തിന് മതിയായ അപ്പകഷ്ണങ്ങൾ കൊടുക്കുന്നതിലല്ല, അപ്രകാരം എങ്ങനെയാണോ ഒരു സംവിധാനം ഉണ്ടായത് ആ സംവിധാനത്തെയാണ് ചികിത്സിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കാരണം അതിന് വളരെ പ്രത്യേകമായ ഒരു കാരണവും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നീതിയുടെ പേരിൽ തുടങ്ങുന്നതെല്ലാം തന്നെയും അല്ലെങ്കിൽ അവയിൽ ഏറിയ കൂറും പിന്നീട് നീതി നിഷേധത്തിന്റെ പര്യായങ്ങളായി മാറാറുണ്ട്. നീതി കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്നുള്ള നീതി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യുത അത് വികൃതമാക്കപ്പെട്ട നീതിയാണ് അദ്ദേഹം പറയുന്നു. അത് പ്രതികാരത്തിന് നീതി എന്ന് പറയുന്നതിന്റെ അർത്ഥമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറയുന്നു നമുക്ക് നീതിയല്ല വേണ്ടത്. അടിച്ചമർത്തപ്പെട്ടവന്, ദാരിദ്ര്യമുള്ളവന്, വറുതി അനുഭവിക്കുന്നവന്, ആർക്കും വേണ്ടാത്തവന്, പ്രാന്തവൽക്കരിക്കപ്പെട്ടവന് നീതിയല്ല വേണ്ടത്. പ്രത്യുത അവന് വേണ്ടത് സ്നേഹമാണ്, കരുണാപൂർവമുള്ള വീക്ഷണമാണ്. മനുഷ്യ ജീവിതത്തെ അതിന്റെ മഹനീയതയോടുകൂടി വിവിധ മണ്ഡലങ്ങളിൽ സമീപിക്കുകയാണ് വേണ്ടത്. രാഷ്ട്രീയ മണ്ഡലങ്ങളിലാവട്ടെ, സാമുദായിക സാമൂഹിക മണ്ഡലങ്ങളിലാവട്ടെ, രാജ്യാന്തര മണ്ഡലങ്ങളിലാവട്ടെ, ഇനി വ്യക്തിപരമായ മണ്ഡലങ്ങളിലാവട്ടെ, മനുഷ്യൻ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി കൈനീട്ടി നിൽക്കുന്ന ദയനീയ പാത്രമല്ല. അവൻ അവനിൽ തന്നെ മഹത്വമുള്ളവനാണ്. രാഷ്ട്രം അതിൽ തന്നെ മഹത്വമുള്ളതാണ്. ജനത അതിൽ തന്നെ മഹത്വമുള്ളതാണ്. അവരുടെ മഹത്വത്തെ പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടത്. അവിടെ കാരുണ്യം എന്നത് എന്തിന്റെയെങ്കിലും ദാനമല്ല, പ്രത്യുത മഹത്വത്തെ തിരിച്ചറിയലും ആ തിരിച്ചറിയുന്ന മഹത്വത്തെ പുനഃസ്ഥാപിക്കലുമാണ്. ഇവിടെ നമ്മൾ അത്ഭുതകരമായ ഒരു സാദൃശ്യം തിരിച്ചറിയുകയാണ്. നീതിയുടെ മാനദണ്ഡം അനുസരിച്ച് തന്നെ ക്രമപ്പെടുത്തിയ ധൂർത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം അവൻ നീതിയായിരുന്നു കാംക്ഷിച്ചത് എങ്കിൽ പിതാവ് കൊടുത്തത് എന്താണോ ആ മഹനീയതയുടെ പുത്രസ്ഥാനം എന്ന മഹനീയതയുടെ പുത്രത്വം എന്ന മഹനീയ സ്ഥാനത്തിന്റെ വീണ്ടെടുപ്പാണ് അവിടെ കൊടുത്തത് എന്ന് നാം അറിയുന്നു. അത് തന്നെയാണ് ഇവിടെയും അദ്ദേഹം സാമൂഹിക തലത്തില് അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തില് വ്യക്തിപരമായ തലത്തിലൊക്കെ അദ്ദേഹം വേണമെന്ന് നിഷ്കർഷിക്കുന്നത് അതേ മഹനീയതയുടെ വീണ്ടെടുപ്പാണ്. അപ്പോൾ നീതി സാധ്യമാക്കാൻ എന്ത് ചെയ്യണം? നീതി സാധ്യമാക്കാൻ എന്ത് ചെയ്യണം? അദ്ദേഹം പറയുന്നു നീതിയുടെ ക്രമത്തെ രൂപപ്പെടുത്തുന്ന ശക്തികൾ എന്തൊക്കെയാണോ അവയെ സുവിശേഷീകരിക്കണം. അവിടെയാണ് നീതിക്ക് പകരം സ്നേഹവും കാരുണ്യവും കൊണ്ട് ആ സമൂഹം സമ്പന്നമാകുന്നത്. രാഷ്ട്രങ്ങളും രാഷ്ട്രീയ ആദർശങ്ങളും രാജ്യങ്ങളും അവ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും സംസ്കാരങ്ങളും അവ ഉയർത്തിക്കാണിക്കുന്ന സാംസ്കാരിക ഭാവങ്ങളും സുവിശേഷീകരിക്കപ്പെടണം. സഭ ജനതയുടെ ഈ വ്യഥയിൽ പങ്കുചേർന്നുകൊണ്ട് സുവിശേഷീകരണത്തിന് വേണ്ടി ഉറ്റുനോക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. ഗർഭം മുതൽ മരണം വരെ ജീവൻ പരിപാലിക്കപ്പെടണം, ജീവൻ ആദരിക്കപ്പെടണം. വിവാഹത്തിന്റെ അലംഘനീയത പുനഃസ്ഥാപിക്കപ്പെടണം. കുടുംബങ്ങൾക്ക് സ്ഥിരത ഉണ്ടാവണം. ഇങ്ങനെ ഉണ്ടായാൽ അദ്ദേഹം അടുത്തതായിട്ട് പറഞ്ഞു വെക്കുന്നു, ധാർമ്മികക്കെതിരെയുള്ള നിയമങ്ങളും കൂടി ഉണ്ടെങ്കിൽ അവിടെ ദയാവധമില്ലാത്ത, കാരുണ്യവധം എന്ന ദയാവധമില്ലാത്ത, ആത്മഹത്യകളില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത ഒരു രാജ്യത്ത്, ഒരു ദേശത്ത്, ഒരു സംസ്കാരത്തില്, ഒരു ഭവനത്തില്, ഒരു സമൂഹത്തില് ഉത്തമരായ പൗരരുണ്ടാകും. അവരുടെ ജീവിതത്തിൽ സംഘർഷങ്ങളില്ലാതിരിക്കും, കലാപങ്ങൾ ഉണ്ടാവില്ല. അവരുടെ ജീവിതത്തിൽ മനുഷ്യസ്നേഹം കൊണ്ട് അവർ ഉത്തമ പൗരന്മാരായിട്ട് മാറും. വ്യക്തികൾ തമ്മിൽ ഉപയോഗവാദപരമായ ഒരു ബന്ധവും ഉണ്ടാകുന്നില്ല. അവിടെ മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവകമായ പ്രവർത്തനങ്ങൾ ഈ ലോകത്തിന് വേണം എന്ന് അദ്ദേഹം നിർബന്ധം പിടിക്കുക. ഇവിടെ ഇപ്പോൾ അദ്ദേഹം ഈ അധ്യായത്തിന്റെ അവസാനം വിലപിക്കുന്നത് ഇതാണ്, യഥാർത്ഥത്തിൽ വിലപിക്കുന്നത് ഇതാണ്:
നന്മ തള്ളിക്കളയപ്പെടുന്നു, നന്മ അശുദ്ധമാക്കപ്പെടുന്നു, നന്മ മനുഷ്യത്വരഹിതമാക്കപ്പെടുന്നു. നന്മയിൽ മനുഷ്യത്വമില്ല. അവരൂക്ഷിക്കുന്ന നന്മയിൽ മനുഷ്യത്വമില്ലെന്നീ. അവരൂക്ഷിക്കുന്ന നന്മ അശുദ്ധമാക്കപ്പെട്ടതാണ്. അഥവാ നാം എന്തിനെയാണോ ഇച്ഛിച്ചിയായി കരുതുന്നത് അതിനെ പുണ്യമായി കരുതി, നന്മയായി കരുതി കൊട്ടിഘോഷിക്കുന്ന ലോകത്തിന്റെ നന്മ വിഷാദപൂർണമായി അദ്ദേഹം അത് നോക്കിക്കാണുന്നു. അവസാനം ഒരു താക്കീതോടുകൂടെ ആ അധ്യായം അവസാനിക്കുകയാണ്. അധ്യായം ഇങ്ങനെ അവസാനിക്കുന്നത്: ഒന്നും വിശുദ്ധമായി കരുതാത്ത വ്യക്തിയും സമൂഹവും ധാർമ്മിക ക്ഷയത്തിന് വിധേയമാകും തീർച്ച. വല്ലാത്തൊരു ഒരു ഒരു എന്താ പറയുക, ഒരു അപകട സൂചനയെ തന്നിരിക്കും. ഒന്നും വിശുദ്ധമായി കരുതാത്ത ഒരു സമൂഹമാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ, ധാർമ്മിക ക്ഷയത്തിന് വിധേയമാകും. അതിന്റെ അവസാനത്തെ വാക്കിതാണ്: മറിച്ച് തോന്നിച്ചാലും. എന്റെ രാജ്യത്തിലെ, എന്റെ വീട്ടിലെ, എന്റെ സമൂഹത്തിലെ ഒരു പ്രശ്നവുമില്ല എന്ന് മറിച്ച് തോന്നിച്ചാലും അത് ധാർമ്മിക ക്ഷയത്തിന് വിധേയമായിരിക്കും. അടുത്തതിലേക്ക് നമ്മൾ കടന്നു. അധ്യായം 7. അധ്യായം 7 ദൈവകാരുണ്യം സഭയുടെ ദൗത്യത്തിൽ എന്നുള്ളതാണ്. സഭയുടെ ദൗത്യത്തിൽ എങ്ങനെയാണ് ദൈവകാരുണ്യത്തെ അവള് പ്രസ്ഫുരിപ്പിക്കുന്നത്? ദൈവത്തിന്റെ കാരുണ്യം സഭ സദാസമയവും ഏറ്റുപറയുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നു. ഈ കാരുണ്യം പ്രയോഗത്തിലാക്കാൻ സഭ ശ്രമിക്കുന്നു. പരിശുദ്ധ മറിയത്തിന്റെ ഒരു പ്രവചനപരമായ വാക്കിനെ എടുത്തുപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം 1-ാം ഖണ്ഡിക ആരംഭിക്കുന്നത്. തലമുറ തോറുമുള്ള കാരുണ്യം, തലമുറ തോറുമുള്ള കാരുണ്യം. ഈ കാരുണ്യം പഴയ നിയമ ഉടമ്പടികളുടെ പര്യവസാനത്തിൽ അതിന്റെ പൂർത്തീകരണമായ മിശിഹ വന്നു. ആ മിശിഹ, അവതീർണനായ മിശിഹായുടെ പെസഹ രഹസ്യത്തിലൂടെ ആ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടു. അത് ശിഷ്യന്മാർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അത് തിരുസഭയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് ലോകമെമ്പാടും മിശിഹ രഹസ്യത്തിന്റെ സനാതന സാധുതയുള്ള മിശിഹ രഹസ്യത്തെ പ്രഘോഷിച്ചു. അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ട മിശിഹായെ സഭ സദാസമയവും കാലത്തിന്റെ അന്ത്യം വരെയും ഏറ്റു പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, സഭ എന്നത് ദൈവകാരുണ്യത്തിന്റെ പ്രഘോഷകയാണ്, പ്രചാരകയാണ്. അത് സകല മനുഷ്യരോടും ദൈവകാരുണ്യം വിളംബരം ചെയ്യുന്നു. സകല കാലഘട്ടങ്ങളിലും അത് ദൈവകാരുണ്യം വിളംബരം ചെയ്യുന്നു. വീണ്ടും അദ്ദേഹം പെട്ടെന്ന് അകത്തേക്കൊന്ന് കിടക്കുകയാണ്. അകത്തേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ സഭയുടെ ഉള്ളറകളിലേക്കൊന്ന് കടന്നു വരികയാണ്. കരുണയുടെ പ്രകാശനം എന്ന നിലയിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ, വിശുദ്ധ പാരമ്പര്യത്തിൽ, വിശുദ്ധ ലിറ്റർജിയിൽ, അനുദിന ജീവിത സാഹചര്യങ്ങളിലൊക്കെ നാം കരുണയെക്കുറിച്ച് പര്യാലോചിക്കുകയും കരുണയുടെ വിവിധ പ്രകാശനങ്ങളെ കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സഭയ്ക്കുള്ളിലെ ഒരു കാര്യം പറയുക അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഇങ്ങനെ തന്റെ ആരാധനാ ചൈതന്യപരമായി സ്വാംശീകരിച്ച ഈ ദൈവകാരുണ്യത്തെ സഭ പരിശീലിക്കുന്നു ലോകത്തിൽ വെച്ചിട്ട്. അത് ദൈവത്തിന്റെ കാരുണ്യം ഏറ്റു പറയുമ്പോൾ സഭ യഥാർത്ഥ ജീവിതം പരിശീലിക്കുകയാണ്, യഥാർത്ഥ ജീവിതം നയിക്കുകയാണ്. അവൾ എന്തുകൊണ്ടെന്നാൽ സഭയ്ക്ക് കരുണാരഹിതയായിരിക്കാൻ സാധ്യമല്ല. സഭയുടെ ആന്തരിക ഭാവം തന്നെ ദൈവകരുണയുടേതാണ്. അവൾ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അവൾ ഉയർത്തിക്കാണിക്കുന്നതും ദൈവകരുണയെയാണ്. അതുകൊണ്ട് തന്നെ അവൾ ദൈവകരുണയുടെ പരിശീലകയാണ്, ദൈവകരുണയെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നവളാണ്. മാത്രമല്ല അവൾ ദൈവകാരുണ്യത്തിന്റെ കാര്യക്കാരിയും വിതരണക്കാരിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകാരുണ്യത്തിന്റെ അമൂല്യ സ്രോതസ്സായ ദിവ്യകാരുണ്യത്തെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ദിവ്യകാരുണ്യം എന്നത് ദൈവം നമ്മോട് കൂടെ എന്നതാണ്. അനിർവചനീയമായ ഈ ദൈവകാരുണ്യത്തെ സംബന്ധിക്കുന്ന ആ തിരുസഭയുടെ വിചാരിപ്പിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു. ദിവ്യകാരുണ്യം ദൈവം നമ്മോട് കൂടെ എന്നതാണെന്നും ഓരോ മനുഷ്യ ഹൃദയത്തിലേക്കും പാപത്തെക്കാൾ ശക്തമായ സ്നേഹത്തോടു കൂടി ഒഴുകിയെത്താൻ ആഗ്രഹിച്ചുകൊണ്ട്, ഉത്കടമായി ആഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് സഭയ്ക്കുള്ളിൽ ദിവ്യകാരുണ്യ രൂപത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു സംഗതിയിലേക്ക് കടക്കുക. ദൈവത്തിന്റെ നിതാന്ത സ്നേഹത്തെക്കുറിച്ച് വളരെ താത്വികമായ ഒരു അവലോകനം നടത്തുകയാണ് 5-ാമത്തെ ഖണ്ഡികയിൽ. നമ്മൾ കണ്ടു അത് ലോകത്തിൽ പാപമുണ്ട് എന്ന വസ്തുതാപരമായ ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തേത് ദൈവം സ്നേഹമാണ് എന്ന മറ്റൊരു വസ്തുത.
അതുകൊണ്ട് തന്നെ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ വസ്തുത. ഒന്നാമത്തേത് മനുഷ്യനിൽ പാപമുണ്ട്, അഥവാ ലോകത്തിൽ പാപമുണ്ട്. രണ്ടാമത്തേത് ദൈവ സ്നേഹമാണ്. അതുകൊണ്ട് ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ദൈവത്തിന് ഈ ലോകത്തെ സ്നേഹിക്കുമ്പോൾ കാരുണ്യത്തോടുകൂടെ, ഈ പാപത്തെ ഉല്ലംഘിക്കുന്ന സ്നേഹത്തോടുകൂടി അല്ലാതെ സ്നേഹിക്കാൻ സാധ്യമല്ലെന്നും സമീപിക്കാൻ സാധ്യമല്ലെന്നും, അവിടുത്തെ ഹെസദാണ്, ദൈവത്തിന്റെ ഹെസദാണ്, അവിടുത്തെ അനിർവചനീയമായ സ്നേഹമാണ്, ആ സ്നേഹത്തിന്റെ പാരമ്യമാണ് നീതിയുടെ നിർവഹണത്തിലൂടെ മനുഷ്യനെ നീതീകരണത്തിലേക്ക്, അഥവാ നിയമത്തിന്റെ പൂർത്തീകരണമായ ക്രൂശീകരണത്തിന് അപ്പുറത്തേക്ക്, ക്രൂശിന്റെ അപ്പുറത്തേക്ക് ഉദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് നയിച്ചത് എന്നും അദ്ദേഹം ഒരിക്കൽ കൂടെ പറഞ്ഞു വെക്കുകയാണ്. ആ പുത്രന്റെ ബലിയുടെ യോഗ്യതയാൽ, അനന്തമായ യോഗ്യതയാൽ മനുഷ്യന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രാപ്യതയുണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു. അതിനുശേഷം ക്രൂശ് മരണത്തെ സംബന്ധിക്കുന്ന, എന്തുകൊണ്ട് ക്രൂശ് മരണത്തിൽ ദൈവം നിശബ്ദനായി എന്നതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം അവിടുന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ദൈവത്തിന്റെ ഹെസദാണ് നിശബ്ദമായത്. ദൈവം തന്നോട് തന്നെ വിശ്വസ്തനാണ്. നമ്മളിത് വളരെ സമയം പറഞ്ഞ് പഠിച്ച ഒരു വാക്യമാണ്. ദൈവം തന്നോട് തന്നെ വിശ്വസ്തനാകിയാൽ അവിടുന്ന് തന്റെ ക്രൂശിൽ, ക്രിസ്തുവിന്റെ ക്രൂശിൽ ഒരു പക്ഷപാതവും കാണിക്കുന്നില്ല ക്രിസ്തുവിനോട്. പ്രത്യുത മനുഷ്യനോടുള്ള ഹെസദിനാൽ, സ്നേഹത്താൽ പ്രേരിതനായി അവിടുന്ന് നീതി നിർവഹിക്കപ്പെടാനായി വിട്ടുകൊടുക്കിയ ക്രിസ്തുവിന്. അവിടെ ദൈവത്തിന്റെ സ്നേഹം ക്രിസ്തുവിന്റെ കുരിശിന്റെ രൂപത്തിൽ നിൽക്കുന്നു എന്ന് നമ്മൾ കണ്ടു. കാരുണ്യത്തിന്റെ ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം, ഈ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം 3 പ്രത്യേക സംഗതികളിലൂടെയാണ് പടർന്നു പന്തലിക്കേണ്ടത് എന്ന് നമ്മൾ 8ാം ഖണ്ഡികയിൽ കണ്ടു. ഒന്നാമത്തേത്, മാനസാന്തരം സ്ഥിരമായ ഒരു അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ വേണം. രണ്ടാമത്തേത്, അതൊരു നിമിഷത്തിൽ സംഭവിക്കുന്നതും പിന്നീട് അസ്തമിക്കുന്നതുമായ ഒരു തീരുമാനമോ ഒന്നുമായിരിക്കരുത്. അതൊരു വികാരവിക്ഷോഭത്തിന്റെ ഫലമായിരിക്കരുത്. മൂന്നാമത്തേത്, മാനസാന്തരത്തിന്റെ ഒരു ജീവിതാവസ്ഥയാണ് നമുക്ക് വേണ്ടത്. മാനസാന്തരത്തിന്റെ ഒരു ജീവിതാവസ്ഥയാണ് വേണ്ടത്. സ്ഥിരവും അക്ഷയവുമായ ഒരു ഉറവിടമാണ് മാനസാന്തരത്തിന് വേണ്ടിയുള്ള സ്ഥിരവും അക്ഷയവുമായ ഒരു ഉറവിടമാണ് ദൈവസ്നേഹത്തിന്റെ സമ്പന്നതയെക്കുറിച്ച്, ദൈവകരുണയുടെ സമ്പന്നതയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയും നമ്മുടെ സമീപനവും. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇതൊരു ക്ഷണഭങ്കുരമായ സംഗതിയല്ല, ഒരു നേരത്തെ വികാരത്തള്ളലിൽ ഞാൻ മനസ്തപിക്കുന്നു എന്ന നിലവിളിയല്ല. മൂന്നാമത്തേത്, അതൊരു ജീവിതത്തിലെ മുഴുവൻ ഉടനീളം കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരു വികാരമാണ്. അങ്ങനെ തിരിഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടു, ചാൾസ് വൈറ്റ് ഹെഡിന്റെ ആ സുന്ദരമായ പദം നമ്മൾ മുന്നിൽ എടുത്തു വെച്ചു, പ്രതിരോധാത്മക അനുതാപം, പ്രിവെന്റീവ് റിപ്പന്റൻസ്. ഇത്രയും കണ്ടതിന് ശേഷം നമ്മൾ പറഞ്ഞു, തീർച്ചയായും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ട പഥികരായ നമ്മളുടെ മുഖമുദ്ര, നമ്മുടെ ഭാവം പ്രിവെന്റീവ് റിപ്പന്റൻസ് ആയിരിക്കണം, അഥവാ പ്രതിരോധാത്മക അനുതാപമായിരിക്കണം. എപ്പോഴും ദൈവത്തിന്റെ കരുണയെ മനസ്സിൽ കൊണ്ടുവരികയും ആ കരുണയ്ക്ക് അയോഗ്യനായ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു നിലവിളി, ഒരു മനസ്താപം എപ്പോഴും സൂക്ഷിക്കുന്നത് ഇനിയും പാപം ചെയ്യാതിരിക്കാനും ചെയ്ത പാപത്തിന് പരിഹാരമാകാനും ഒക്കെ വിശുദ്ധിയിൽ വളരാനും ഒക്കെ നമ്മളെ സഹായിക്കും എന്ന് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അതിന്റെ ഏറ്റവും അവസാനത്തെ ഈ സബ് ടോപ്പിക്കിന്റെ അവസാനത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ കടന്നു. 2ാം വത്തിക്കാൻ സുനഹദോസ് ഐക്യം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ കാരുണ്യം നമ്മളെ എല്ലാം ഒന്നാക്കാൻ ആഗ്രഹിക്കുന്നു. ഏക ഇടയനും ഒരു തൊഴുത്തും എന്നത് സങ്കല്പമല്ലെന്നും നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ കടമയുണ്ടെന്നും അതിനുവേണ്ടി ആശിക്കാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കാനും കടമയുണ്ടെന്നും, എന്നാലോ നമുക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അറിവില്ലെങ്കിൽ റോമാലേഖനം 8ാം അധ്യായം 26ാം തിരുവചനം നമ്മുടെ തുണക്കെത്തുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തട്ടെ. ഏക ഇടയനും ഏക തൊഴുത്തുമാകുവാൻ കാലത്തിന്റെ തികയിൽ ദൈവം നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി ഈ അധ്യായം ഈ സബ് ടോപ്പിക് അവസാനിക്കുന്നു. അടുത്തത് ഇതിന്റെ 2ാമത്തെ സബ് ടോപ്പിക്കാണ്. ഈ സബ് ടോപ്പിക്കോടുകൂടി ഈ അധ്യായം തന്നെ കഴിയുകയാണ്. അതിതാണ്, കാരുണ്യം പ്രയോഗത്തിലാക്കാൻ സഭ ശ്രമിക്കുന്നു. സഭ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ അദ്ദേഹം 10ാം ഖണ്ഡിക തൊട്ടിട്ടാണ് ആരംഭിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിന്റെ കാരുണ്യം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരേ സമയം മനുഷ്യൻ ദൈവത്തിന്റെ കാരുണ്യം സ്വീകരിക്കുന്നു, അതേസമയം അവൻ
കരുണയുള്ളവനാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഒരുവൻ ദൈവത്തിന്റെ കാരുണ്യം സ്വീകരിക്കുന്നു എന്നതിന്റെ അർത്ഥം അവന്റെ ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ആ കാരുണ്യം എന്നതാണ്. അവൻ യഥാർത്ഥത്തിൽ അത് സ്വീകരിക്കുന്നുവെങ്കിൽ ഈ കാരുണ്യത്തിന്റെ വിതരണക്കാരനും ആയി മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ 5:7 അവിടെ അദ്ദേഹം എടുത്തു പറയുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. അവർക്കേ കരുണ ലഭിക്കൂ. അതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആലസ്യമോ സുരക്ഷിതത്വമോ, ആലസ്യമല്ല തരുന്നത്, അത് സുരക്ഷിതത്വം തരുന്നുമുണ്ട്. ദൈവത്തിന്റെ കരുണയ്ക്ക് ഞാൻ വിധേയനാകുന്നു എന്ന സംതൃപ്തിയുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ഉള്ളാന്തലോടുകൂടി നാം തിരിച്ചറിയേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. ദൈവത്തിന്റെ കരുണയ്ക്ക് വിധേയനാകുന്ന ഞാൻ ഈ കരുണ അനേകരുടെ ജീവിതത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ചാലാകാൻ, വാഹകനാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, പോരാ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എത്രത്തോളം കരുണയുള്ളവനായിരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് എത്രത്തോളം കരുണ വേണം എന്നുള്ളത് ദൈവത്തിന്റെ മുമ്പിലേക്ക് ഞാൻ പറയുന്നത്. വീണ്ടും അദ്ദേഹം പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിയിലാണ്. ഞങ്ങൾ ക്ഷമിക്കുന്നു, അതാണ് ആദ്യത്തേത്. ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങൾ കരുണ കാണിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതൊരു മനുഷ്യന്റെ മഹനീയതയുടെ ഏറ്റുപാടലല്ലേ അത്. ഞാൻ ക്ഷമിക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട്, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞതുകൊണ്ട് ഒന്നുമല്ല, അങ്ങനെയൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ ക്ഷമിക്കുന്നു, സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഞാൻ ക്ഷമിക്കുന്നു. അവിടെ നമ്മുടെ ദൈവപുത്രന്റെ മഹത്വമാണ് നമ്മൾ ഉയർത്തി കാണിക്കുന്നത്. ദൈവം ക്ഷമിക്കുന്നു, അതുകൊണ്ട് ഞാനും ക്ഷമിക്കുന്നു എന്ന്. ദൈവത്തിന് ക്ഷമയാണ് സ്വഭാവം. ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്, അതുകൊണ്ട് എനിക്കും ക്ഷമയല്ലാതെ മറ്റൊരു സ്വഭാവം ഉണ്ടാവാൻ വഴിയില്ല, ഉണ്ടാവില്ലല്ലോ. കാരണം ഞാൻ ദൈവത്തിന്റെ മകനും മകളുമല്ലേ. ഞാൻ ക്ഷമിക്കുന്നു, അതുകൊണ്ട് അതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ക്ഷമയാണ് ആദ്യത്തേത്. പ്രാഥമ്യം നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ ക്ഷമയ്ക്കാണ്, എന്റെ തീരുമാനത്തിനാണ് പ്രാഥമ്യം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയ രണ്ടാമത്തെ സംഗതി വരുന്നത് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഇത് ദൈവകാരുണ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ദൈവകാരുണ്യം നമ്മുടെ ജീവിതത്തിൽ പ്രബലമാകണമോ വേണ്ടയോ, സാധുവാകണമോ വേണ്ടയോ, അത് നിശ്ചയിക്കുന്നത് നമ്മളാണ്, നമ്മൾ മാത്രമാണ്. കാരണം ദൈവകാരുണ്യം എൻ്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഞാൻ കരുണയുള്ളവനായിരിക്കണം. അപ്പൊ ഞാനാണ് തീരുമാനിക്കുന്നത് ദൈവകാരുണ്യത്തിന് ഞാൻ വിധേയനാകണമോ വേണ്ടയോ എന്നത്. ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ മനുഷ്യ മനസ്സിന് സാധ്യമാണ്. അങ്ങനെ ഒരു സംഗതി അവൻ ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി രണ്ടാമത്തേതിലേക്ക് അദ്ദേഹം പറയുന്നു. അത് 11ാമത്തെ ഖണ്ഡികയിൽ അദ്ദേഹം കിടക്കുന്നു. ഇതൊരു ജീവിത ശൈലിയാണ്. കരുണ എന്നത് വല്ലപ്പഴങ്ങാനും തോന്നുന്ന ഒരു വികാരമല്ല, അതൊരു ജീവിത ശൈലിയാണ്. അത് ക്രൈസ്തവ വിളിയുടെ സാരാംശമാണ്. ക്രൈസ്തവ വിളി എന്നത് ഭക്താനുഷ്ഠാനങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും വിശ്വാസ സംഹിതകളുടെയും ഒക്കെ ആകത്തുകയായിരിക്കുമ്പോൾ തന്നെ അതിന്റെ കാമ്പ് എന്ന് കാരുണ്യമാണ്. പ്രതികൂല സാഹചര്യങ്ങളിലും സ്ഥിരോത്സാഹത്തോടു കൂടിയുള്ള പരിശ്രമപൂർണമായ കരുണ കാണിക്കൽ എന്ന ജീവിത ശൈലിയുടെ പേരാണ് ക്രിസ്തീയത. വല്ലാത്തൊരു ആശയത്തിലേക്കാണ് മാർപ്പാപ്പ നമ്മളെ എടുത്തുകൊണ്ടുപോയി എറിയുന്നത്. ജീവിത സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ നമ്മളൊക്കെ കരുണ കാണിക്കും. ഒരു പാവം മനുഷ്യൻ, അവനെന്തെങ്കിലും കൊടുക്കണം. അവൻ ചീത്ത പറയുകയാണെങ്കിലോ, ഇറങ്ങിപ്പോടാന്ന് പറയുന്ന ഒരു തന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ അഭിമാനം സമ്മതിക്കില്ല, അല്ലെ? അഭിമാനം നമ്മളെ ചിന്തിക്കാൻ മാർപ്പാപ്പ പ്രതികൂല സാഹചര്യങ്ങൾ എന്ന വാക്ക് നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരികയാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ഒരു ജീവിത ശൈലി എന്ന വണ്ണം കരുണ കൊണ്ടു നടക്കുന്നവന്റെ പേരാണ് ക്രിസ്തീയൻ. അതാണ് ക്രിസ്തീയതയുടെ സാരാംശം. തർക്കലേശമില്ല അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യത്തിൽ. ഇനി അത്തരമൊരു വെല്ലുവിളി നടത്തിയതിനു ശേഷം കരുണ എന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരു വേള നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത ഒരു മേഖലയിലേക്ക് അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോവുകയാണ് നമ്മളെ.
അദ്ദേഹം പറയാണ്, ഈ കരുണ കൊടുക്കുന്നവനും കരുണ പ്രദർശിപ്പിക്കുന്നവൻ എന്നൊരാളുണ്ട്, കരുണ സ്വീകരിക്കുന്ന ഒരാൾ എന്നുണ്ട്. നമുക്കത് ആദ്യം ഒന്ന് അങ്ങനെ ഒന്ന് കരുതാം. കാരുണ്യം സ്വീകരിക്കുന്നവൻ എപ്പോഴും താഴേലായിരിക്കും. കാരുണ്യം കൊടുക്കുന്നവനാകട്ടെ ഉത്തമനുമായിരിക്കും. ഉത്തമൻ അധമൻ എന്ന അതിന്റെ കൃത്യാർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഒരാൾ കാരുണ്യം അർഹിക്കുന്നുണ്ടെങ്കിൽ അതിനതിൻ്റെതായ ഒരു പതിത്വം, ഒരു താഴേക്കടയിലുള്ള അവസ്ഥ, അല്ലെങ്കിൽ കാരുണ്യം അർഹിക്കുന്ന ഏതെങ്കിലും ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഇനി മേലെയുള്ള അയാൾക്ക് കാരുണ്യം കാണിക്കാനുള്ള മനസ്ഥിതി ഉണ്ടല്ലോ, ശ്രേഷ്ഠമായ ഒരു മനസ്ഥിതി. ദൈവകാരുണ്യവും ദൈവകൃപയും സ്നേഹവും മൂല്യബോധവും ഒക്കെ ഉള്ളത് കൊണ്ടാണല്ലോ അയാൾക്ക് ഈ കാരുണ്യബോധം തോന്നുന്നത്. അപ്പോ ഇവിടെ ഒരാൾ ഒരു ഉപകാരിയുണ്ട്, പിന്നെ ഒരു ഉപകൃതനുണ്ട്. ഒരു ഉപകാരി കൊടുക്കുന്ന ഒരാളുണ്ട്, ഉപകൃതനുണ്ട്, ഒരാളെ സ്വീകരിക്കുന്നവരുണ്ട്. അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നു, അങ്ങനെയല്ല. നാളിതുവരെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു ശൈലിയിൽ നിന്ന് വിഭിന്നമായിട്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ കരുണ കൊടുക്കുന്നവനുണ്ടല്ലോ, അവനും യഥാർത്ഥത്തിൽ കാരുണ്യം സ്വീകരിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നുണ്ട്, ക്രിസ്തു നമ്മളോട് കരുണ കാണിച്ചില്ലേ? ഉവ്വ്. ക്രിസ്തുവിനോട് നമ്മൾ കരുണ കാണിച്ചോ? കാണിക്കാൻ ബാധ്യസ്ഥനാണ്. തമ്പുരാന്റെ സന്നിധിയിലേക്കായിക്കൊണ്ട് അവന്റെ നാമത്തിൽ അനേകരുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടുകൊണ്ട് അവന്റെ കണ്ണും കാതും നാക്കും കാലും കയ്യുമായി നമ്മൾ മാറുന്നത് വഴിയായി നാം ക്രിസ്തുവിനോട് കരുണ കാണിക്കുകയല്ലേ? എത്ര മഹനീയമാണ് ആ ചിന്ത. ക്രൂശിതനായ ക്രിസ്തുവാണ് നമ്മുടെ സജീവ മാതൃക. 12ാമത് ഖണ്ഡികയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുക, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നത് വഴി നാം ക്രിസ്തുവിനോട് തന്നെയാണ് കരുണ കാണിക്കുന്നത്. കാരണം അവനിലും ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അത് തിരിച്ചറിയുമ്പോൾ നാം മറ്റുള്ളവരോട് കാണിക്കുന്ന ഓരോ കരുണയും ക്രിസ്തുവിനോട് കാണിക്കുന്ന കരുണയായിട്ട് വരികയാണ് ചെയ്യുന്നത്. കരുണയുടെ പ്രകാശനമായി വരികയാണ്. ഏറെ നമ്മൾ പറഞ്ഞതാ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 25ാം അധ്യായത്തിലെ മനുഷ്യന്റെ 6 മഹാദുരിതങ്ങൾ. മനുഷ്യന്റെ 6 മഹാദുരിതങ്ങളിൽപ്പെട്ട മനുഷ്യരോടാണ് അവർ കരുണ കാണിച്ചത്. പക്ഷേ ക്രിസ്തു അവസാന നാളിൽ പറഞ്ഞത് അത് എന്നോട് കാണിച്ച കരുണയാണെന്നാണ്. അതുകൊണ്ട് നമ്മൾ കരുണ കാണിക്കുമ്പോഴെല്ലാം അത് ക്രിസ്തുവിനോട് കരുണ കാണിക്കുന്നതായിട്ടാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. കരുണ കാണിക്കാതിരിക്കുമ്പോഴെല്ലാം ക്രിസ്തുവിനെയാണ് ദ്രോഹിക്കുന്നത് എന്നും അതേ 6 മഹാദുരിതങ്ങളിൽപ്പെട്ടവരെ ശ്രദ്ധിക്കാതിരുന്നവരോട് ക്രിസ്തു പറഞ്ഞു വെക്കുമ്പോൾ ഈ 12ാമത്തെ ഖണ്ഡികയ്ക്ക് വേറെ വിശദീകരണങ്ങൾ ആവശ്യമില്ലാതെ വരുന്നു. അതുകൊണ്ട് കാരുണ്യപൂർവകമായ ഒരു പ്രവൃത്തി എന്നത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന ഒരു അടയാളപ്പെടുത്തലോട് കൂടിയാണ് അദ്ദേഹം അടുത്തതിലേക്ക് കടന്നു പോകുന്നത്. കാരുണ്യപൂർവകമായ ഒരു സ്നേഹപ്രവൃത്തി എന്നത് ഒരിക്കൽ യഥാർത്ഥത്തിൽ അപ്രകാരമാകുന്നത്, നാം അത് ചെയ്യുമ്പോൾ തന്നെ ആരാണോ കരുണയ്ക്ക് വിധേയനാകുന്നവൻ അവനിൽ നിന്ന് കാരുണ്യം സ്വീകരിക്കുന്നു എന്ന മനോഭാവത്തോടു കൂടെ നാം അത് ചെയ്യുമ്പോഴാണ് അത് കരുണയുടെ പ്രവൃത്തിയാകുന്നത്. ഒരു യാചകന് അവൻ ആവശ്യമുള്ള സംഗതി കൊടുത്ത് അവനെ സ്നേഹമസൃണമായി അവനെ പരിചരിച്ച് വിടുമ്പോൾ നാം അവനോട് കാരുണ്യം കാണിച്ചു എന്ന് ലോകം പറയുമെങ്കിലും നാം നമ്മോട് തന്നെ പറയണം, ദൈവമേ, അങ്ങയെ ശുശ്രൂഷിക്കുവാൻ എന്നെ അനുവദിച്ചത് വഴിയായി എന്നോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി. ഇവിടെ സംഗതികൾ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കിയ. അപ്പോൾ അദ്ദേഹം പറയുന്നു 13ാമത്തെ ഖണ്ഡികയില്, കരുണ എന്നത് മാനുഷിക നിർവചനത്തിൽ ഒതുങ്ങുകയില്ല. കരുണ എന്നത് എക്സ്ചേഞ്ച് ഓഫ് മേഴ്സിയാണ്. ഒരുവൻ കാണിക്കുന്നു, മറ്റവൻ സ്വീകരിക്കുന്നു. ഒരുവൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നു, മറ്റവൻ താഴെയാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ സങ്കല്പമെങ്കിൽ അദ്ദേഹം പറയുന്നു, അല്ല, കരുണ എന്നത് പരസ്പരമുള്ള വിനിമയമാണ്. രണ്ടുപേരും പരസ്പരം കരുണ കൊടുക്കുന്നു, രണ്ടുപേരും പരസ്പരം കരുണ സ്വീകരിക്കുന്നു. അവിടെ ലോകം പറയുന്ന ഉപകാരിയും ഉപകൃതനും തമ്മിൽ ഉള്ള അകലം അവിടെ ഇല്ല. രണ്ടുപേരും, ഒരുവൻ മനുഷ്യ സ്നേഹത്താലും
മനുഷ്യന്റെ മഹത്വത്താലും പ്രേരിതരായി മറ്റേ മനുഷ്യനെ മഹത്വപൂർണമായ അവസ്ഥയിൽ കാണുന്നു. അതുകൊണ്ടാണ് അവൻ ഉപകാരം ചെയ്യുന്നത്. അവനാകട്ടെ ആ ഉപകാരം ചെയ്യുമ്പോൾ തന്നെ തിരിച്ചറിയുന്നു, എന്നിലെ മനുഷ്യ മഹത്വത്തെ പരിപോഷിപ്പിക്കാൻ തക്കവണ്ണമുള്ള കരുണയുടെ അവസരം ഇവൻ തന്നു, ഇവൻ എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു. അങ്ങനെ ലോകം നീതിയുടെ നിർവഹണമായി കരുണയെ കാണുമ്പോൾ, നീതിയുടെ നിർവഹണമായി, നീതി എന്താണോ അർഹിക്കുന്നത് അതാണ് കരുണ കൊടുക്കുന്നത് എന്ന് ലോകം പറയുമ്പോൾ, ഉദാഹരണത്തിന് പറഞ്ഞാല് എന്റെ അപ്പ അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും എന്ന വിലാപം ഓർക്കുന്നുണ്ടോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിലെ 21-ാം തിരുവചനത്തിലെ വിലാപം. ആ സമയത്ത് അപ്പൻ തിരിച്ചു പറയുകയാണെന്നിരിക്കട്ടെ, സത്യമായിട്ടും നീ ഇത്ര ഏക്കർ സ്ഥലവും 1,000 രൂപയും ഇന്ന ഫിക്സഡ് ഡെപ്പോസിറ്റും ധൂർത്തടിച്ചവനാണ്, പട്ടിക്കകത്ത് നിന്നെ കയറ്റരുതാത്തതാണ്, പിന്നെ എന്റെ ഗുണം കൊണ്ട് ഞാൻ നിന്നെ വേലക്കാരനായി തന്നിരിക്കുന്നു, നിനക്ക് എടുത്തിരിക്കുന്നു. അതാ നീതി. ലോകം പറയാം അയാൾ നീതി ചെയ്തു, പിന്നെ കഞ്ഞി കുടിക്കാൻ സമ്മതിച്ചു, കിടന്ന് അവൻ ഒരു കൂരയിൽ ഉറങ്ങാൻ സമ്മതിച്ചു, ഒന്നുമല്ലെങ്കിലും ആട്ടി ഇറക്കിയില്ലല്ലോ, അത് നീതി അല്ലെങ്കിൽ പിന്നെ കരുണ അല്ലെങ്കിൽ പിന്നെ എന്താണ്? അല്ല, അതല്ല കരുണ. അദ്ദേഹം പറയുന്നു ഇവിടെ നീതിയുടെ നിർവഹണം മാത്രമായി കരുണയെ കാണുന്നു. അത് ലോകത്തിന്റെ ദൃഷ്ടിയില്ല. എന്നാൽ അതായത് ഒന്നുകൂടി അദ്ദേഹം പറയുന്നു, ഭൗതിക വസ്തുക്കൾ തുല്യ രീതിയിൽ വിതരണം ചെയ്യുന്നതിന്റെ പേര് നീതിയെന്നും കരുണയെന്നും ഒന്നുമല്ല. അതൊരു തരം മുട്ടുശാന്തിയാണ്. അവിടെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാല്, ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ ചിലപ്പോൾ ഒരു വേള എല്ലാവർക്കും അരി കിട്ടിയെന്നിരിക്കും. അരി തിന്നാനുള്ള മറ്റൊരു ഭൗതിക വസ്തു മാത്രമായിട്ട് ആ മറ്റേ മനുഷ്യനെ കാണുന്നതുകൊണ്ട് അവൻ ആഹാരം കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ഒരു ഭൗതിക വസ്തുവിന്റെ അപ്പുറത്തേക്ക് എന്ത് പ്രാധാന്യമാണ് അവനുള്ളത്? അവന്റെ മനുഷ്യ മഹത്വത്തെയും അവനിലുള്ള സർഗാത്മക ശക്തിയെയും വിലമതിച്ചിട്ടാണോ അവന് വേഷം കൊടുക്കുന്നത്? അല്ല. ഒഴിവാക്കപ്പെടാൻ സാധ്യമല്ലാത്ത ഒരു ഭാരം എന്നത് കവിഞ്ഞ് പലപ്പോഴും നീതി നിർവഹണത്തിന് വിധേയനാകുന്നവൻ വിമാനുഷികീകരിക്കപ്പെടുന്നു, ഡീഹ്യൂമനൈസ് ചെയ്യപ്പെടുന്നു. ഇതാണ് അതിന്റെ പ്രശ്നം. ആ തരം നീതിക്ക് നീതി എന്നല്ല പറയേണ്ടത്, ഒരു തരം ദാനങ്ങളെന്നോ എറിഞ്ഞിടലോ എന്നൊക്കെയോ നമുക്ക് പറയണം. അതിനും അപ്പുറത്തേക്കാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടുന്നത്, കാരുണ്യത്തിലേക്കാണ്. ജനതകൾ തമ്മിലുള്ള സമത്വമാണ് ഉയർത്തിഘോഷിക്കപ്പെടേണ്ടത്. ഒരു ജനത മറ്റേ ജനതയോട് കാണിക്കുന്ന കാരുണ്യം എന്നത് അവർക്ക് മിച്ചം വന്നത് എച്ചില് പരിഹരിക്കാനുള്ള ഒരു വേദിയല്ല അത്. പ്രസ്തുത രണ്ടു ജനതയ്ക്കും ഒരേ ആത്മാഭിമാനമുള്ളതെന്നും അവർ ദൈവത്തിന്റെ മുമ്പാകെ തുല്യരാണ് എന്നും പറഞ്ഞുകൊണ്ട് കരുണയുടെ ഒരു വിനിമയം നടക്കുകയാണ്. അവിടെ ഒരുവൻ മറ്റവനെ സഹായിക്കുന്നത് വഴിയായി പരിപോഷിക്കപ്പെടുകയാണ്, ഒരുവനിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നത് വഴിയായി മറ്റവൻ പരിപോഷിക്കപ്പെടുകയാണ്. ഇങ്ങനെ പരസ്പരം പരിപോഷിക്കപ്പെടുകയും കരുണയുടെ വിനിമയം നടക്കുകയും ഉദാത്തവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരു കൊടുക്കൽ വാങ്ങലിന്റെ പേരാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്ന, മാർപ്പാപ്പ വിഭാവനം ചെയ്യുന്ന കരുണ എന്നത്. അതുകൊണ്ട് ജനതകൾ തമ്മിലുള്ള ഐക്യത്തിന് നീതിയല്ല കാരുണ്യമാണ് ആവശ്യം, അദ്ദേഹം പറയുന്നു. വ്യക്തിന്തര ബന്ധങ്ങളില് എല്ലാ മേഖലകളിലും സ്നേഹം കൊണ്ട് നീതി തിരുത്തപ്പെടണം. അനീതിയല്ല തിരുത്തപ്പെടേണ്ടത്. അനീതി പണ്ടേ തിരുത്തപ്പെടണം, നീതിയാൽ തിരുത്തപ്പെടണം. നീതിയാകട്ടെ സ്നേഹം കൊണ്ട്, കാരുണ്യാധിഷ്ഠിതമായ സ്നേഹം കൊണ്ട് തിരുത്തപ്പെടണം. അങ്ങനെ ക്ഷമയും ദയയുമുള്ള, അദ്ദേഹം സൂചിപ്പിക്കുന്നു 1 കൊരിന്ത്യർ 13 അത്യുദാത്തമായ സ്നേഹം. വിശദീകരണം അർഹിക്കുന്നില്ലത്. സ്നേഹത്തെക്കുറിച്ചുള്ള എല്ലാ കാലത്തെയും അതിമനോഹരമായ ആ കാവ്യം, സ്നേഹം അസൂയപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്ന അത് തീർച്ചയായും അത്തരം ഒരു സ്നേഹത്താൽ നീതി ഭരിക്കപ്പെടണം, നീതി കീഴ്പ്പെടുത്തപ്പെടണം, തിരുത്തപ്പെടണം എന്ന് അദ്ദേഹം പറയുന്നു. ധൂർത്തപുത്രന്റെ ഉപമയിലെ, ആടിന്റെ ഉപമയിലെ, നാണയത്തിന്റെ ഉപമയിലെ മനുഷ്യ മഹത്വം എന്താണോ ആ മനുഷ്യ മഹത്വത്തെയാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. മനുഷ്യ മഹത്വമാണ് നീതിയല്ല കാരുണ്യത്താൽ ധന്യമാക്കപ്പെടേണ്ടത്. അത് നീതി എപ്പോഴും കാരുണ്യത്താൽ തിരുത്തപ്പെടേണ്ടതാണ്. അദ്ദേഹം ആ വാക്ക് ഉപസംഹരിക്കുന്നു. അദ്ദേഹം ഇത് കുടുംബത്തിലേക്കും കൂടി കൊണ്ടുവരുന്നുണ്ട്. കുടുംബങ്ങളിലും നീതിയല്ല നിർവഹിക്കപ്പെടേണ്ടത്, കാരുണ്യമാണ്. ഇല്ലാത്തവൻ, വികലതകളുള്ളവൻ, അടിച്ചമർത്തപ്പെട്ടവൻ,
അവന്റെ ജീവിതത്തിലേക്ക്, ബന്ധത്തിലേക്ക് സ്നേഹസ്പർശമായി, കാരുണ്യമായി ഒഴുകിയെത്തട്ടെ മറ്റുള്ളവരുടെ ബന്ധങ്ങൾ എന്ന് അദ്ദേഹം പ്രത്യാശിക്കുന്നു. വീണ്ടും സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും അവസാനിക്കണം. നീതി എന്നത് കാരുണ്യപൂർവം സ്നേഹം കൊണ്ട് തിരുത്തപ്പെടണം. നീതിയല്ല ഒരിടത്തും പ്രവേശിക്കേണ്ടത്, പ്രത്യുത കാരുണ്യമാണ്. ആവർത്തിച്ച് അദ്ദേഹം പറയുകയാണ്. വീണ്ടും ലോകം കൂടുതൽ മാനുഷികമാകണം. മാനുഷികം എന്നതിന്റെ അർത്ഥം ഇവിടെ ഉദാത്തമായ ഒരു മാനുഷികതയാണ് അദ്ദേഹം സങ്കല്പിക്കുന്നത്. മാനുഷികത എന്നത് ക്രിസ്തുവിന്റെ മെസയാനിക സന്ദേശത്തിന്റെ പ്രവർത്തന നിരതമായ അവസ്ഥയായിട്ട് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, അതിനൊരു കാരണമുണ്ട്. ക്രിസ്തു പൂർണ്ണ മനുഷ്യനെയാണ് ഈ ലോകത്തിന് വിഭാവനം ചെയ്തതും ദാനം ചെയ്തതും. ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്ന രക്ഷണീയ ദൗത്യത്തിന് വിധേയനാകുന്ന മനുഷ്യൻ ദൈവത്തിന്റെ മകനും മകളുമായി മാറുകയാണ്. അവൻ സമഗ്രമായി മനുഷ്യനായി വരികയാണ്. മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയിലാണ് അവൻ നിൽക്കുന്നത്. അവൻ തന്നെ അവൻ ദൈവത്തിന്റെ മകനും മകളുമാണ് എന്ന മഹനീയ സ്ഥാനത്ത് ഉയർത്തപ്പെട്ടിരിക്കുക. അതുകൊണ്ട് അദ്ദേഹം ഈ ഒരു മനുഷ്യന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, ഈ ഒരു മനുഷ്യന്റെ വാക്കുപയോഗിച്ച് പറയുകയാണ്, ലോകം കൂടുതൽ മാനുഷികമാകണം. സകലരും ദൈവത്തിന്റെ പുത്രർ എന്ന മഹനീയ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടണം. അതൊരു വ്യക്തിയുടെ മാത്രം ബന്ധമാകരുത്. രാജ്യാന്തര തലങ്ങളിലും വ്യക്തിയന്തര ബന്ധങ്ങളിലും സാമൂഹിക തലത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു ബന്ധം വേണമെന്ന് പറയുമ്പോൾ ഭ്രാന്തമെന്ന് പറയാൻ വരട്ടെ. മനുഷ്യന്റെ ആശയും മനുഷ്യന്റെ ദൈവത്തിന്റെ തലത്തിലേക്കുള്ള ഹൃദയത്തിന്റെ ഉയർത്തലും അതാണ് ചരിത്രത്തെ നിയന്ത്രിച്ചിട്ടുള്ളത്, ഭരിച്ചിട്ടുള്ളത്, ചരിത്രത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നാം അറിയുമ്പോൾ നാം അറിയുന്നു, ഇവിടെ മാർപ്പാപ്പ കുഴിച്ചിട്ടത് ഒരു വിത്താണ്, നാളെ വൻമരമാകുന്ന വിത്ത്. ഒരു വേള നമുക്ക് ചുറ്റും വലിയ കളകളും വലിയ ഭീകരമായ അന്തരീക്ഷങ്ങളും ഒക്കെയുള്ള ഒരു ചുടുകാടോ അല്ലെങ്കിൽ എന്താ പറയുക, പ്രചണ്ഡമായ കാടായിരിക്കാം. അദ്ദേഹം ദുർബലമായ ഒരു വിത്താണ് കുഴിച്ചിട്ടതെന്ന് നമുക്ക് തോന്നിയേക്കാം. ഈ രാജ്യാന്തര ബന്ധങ്ങളിലും ഈ മാനുഷിക ബന്ധങ്ങളിലും ജനതകൾ തമ്മിലുള്ള ബന്ധങ്ങളിലും കൊടുക്കൽ വാങ്ങലുകളിലും ഒക്കെ ക്രിസ്തുവിന്റെ രാജ്യവും അവിടുത്തെ സുവിശേഷീകരണവും അവിടുന്ന് വിഭാവനം ചെയ്ത മാനുഷികതയും ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ആ ആഗ്രഹത്തിന്റെ വിത്ത് കുഴിച്ചിടുമ്പോൾ, ഇതിവിടെ വളരാൻ പോകുന്നില്ലെന്നും ഇതൊരു പടുമുളയായി പോകുകയില്ലേ എന്നും ഒരു വേള നമ്മുടെ മനുഷ്യൻ, സംശയഗ്രസ്തനായ മനുഷ്യൻ സംശയിക്കുന്നുണ്ടാവാം. പക്ഷെ ശരിയതല്ല. ക്രിസ്തുവിന്റെ പ്രതിപുരുഷൻ ഇവിടെ ക്രിസ്തുവിന് വേണ്ടി ലോകത്തെ ധന്യമാക്കാൻ കെൽപ്പുള്ള ഒരു ചിന്തയുടെ, ഒരാശയുടെ, ഒരു പ്രാർത്ഥനയുടെ വിത്ത കുഴിച്ചിട്ടിരിക്കുന്നത്. ക്ഷമാപൂർവം, പ്രത്യാശാപൂർവം നമുക്കത് വളരാൻ പ്രാർത്ഥിക്കാം. അടുത്തത്, എല്ലാ സാമൂഹിക ബന്ധങ്ങളിലും സാമൂഹിക ധാർമ്മികതയെ ഉയർത്തുന്ന പരസ്പര ബന്ധങ്ങളിലും ക്ഷമയുടെ അരൂപി ഭരിക്കപ്പെടണം. ഇനിമേൽ രാജ്യങ്ങൾ തമ്മിൽ ക്ഷമയില്ലായ്മയുടെയും ദ്രോഹത്തിന്റെയും ഒരു സ്ഥായിയായ മനോഭാവം ഉണ്ടാവാൻ പാടില്ല. കാരുണ്യം എന്നത് ക്ഷമിക്കുന്ന അനുഭവമായി വരണം. ജനതയോടും രാജ്യം രാജ്യത്തോടും ക്ഷമിക്കണം. വ്യക്തിയോടും സമൂഹത്തോടും ക്ഷമിക്കണം. കുടിപ്പകകൾ ഉണ്ടാവരുത്. വ്യക്തി ധ്യാനിക്കണം, സമൂഹം ചിന്തിക്കണം, ലോകം അനുസരിക്കണം. അദ്ദേഹം പ്രത്യാശിക്കുന്നു, അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. വീണ്ടും അദ്ദേഹം കർത്തൃ പ്രാർത്ഥനയിലേക്ക് തിരിയുകയാണ്. ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന മനോഭാവം ഉണ്ടാകുമ്പോഴാണ് ക്ഷമ അതിൻ്റെ ഏറ്റവും കൃത്യമായ അർത്ഥത്തിൽ, പ്രയോഗാർത്ഥത്തിൽ സഫലമാവുക എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അത്തരത്തിലുള്ള പരസ്പര ക്ഷമയും പരസ്പര ധാരണയും പരസ്പര കരുണാ പ്രദർശനവും ഇല്ലാതെ എന്ത് ഹ്യൂമനിസം? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്, എന്ത് ഹ്യൂമനിസം? എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ടുള്ള കസർത്തല്ല നമുക്ക് വേണ്ടത്. മനസ്സാക്ഷിയിലുള്ള മാറ്റമാണ് വേണ്ടത്. നിലപാടുകളിലുള്ള ബോധപൂർവകമായ തിരുത്തലുകളാണ് വേണ്ടത്. ആദിമ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എത്ര തവണ ക്ഷമിക്കണം എന്ന് ചോദിച്ച ആ ശിഷ്യൻ ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നു.
7 തവണ 70 എന്ന് ഉടയവൻ പറഞ്ഞതിനെ നാം ഒന്ന് ചെവിക്കൊള്ളുക. 7 തവണ 70 ക്ഷമിച്ചുകൊണ്ട് അനന്തക്ഷമയുടെ പര്യായമായി മാറാൻ സകല ജനതകളും സകല ജനപദങ്ങളും സകല വ്യക്തികളും പ്രാപ്തരാകട്ടെ എന്ന് അദ്ദേഹം പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി വളരെ വളരെ എന്താ പറയുക, കൃത്യമായ ആലോചനയോടുകൂടെ മാത്രം സ്വീകരിക്കേണ്ടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നീതിയെ അദ്ദേഹം നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. നീതി എപ്പോഴും ക്ഷമിക്കലിന്റെ ഉറവിടത്തെ സൃഷ്ടിക്കുന്നു. അതായത് നീതി ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാകും. എന്നോട് അനീതി ചെയ്തിട്ടുണ്ട്, ഈ സമൂഹത്തോട് അനീതി ചെയ്തിട്ടുണ്ട്, ഈ സമൂഹം ഇന്ന അനീതിയാണ് അനുഭവിച്ചത് എന്ന് നമ്മൾ കണ്ടെത്തുന്ന ഒരു മേഖല ഉണ്ടാകും. അത് വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാവും, സമൂഹത്തിന്റെ ജീവിതത്തിലുണ്ടാകും, രാഷ്ട്രാന്തര ബന്ധങ്ങളിലുണ്ടാകും. അനീതി എവിടെയാണുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് രണ്ട് ജനപദങ്ങൾ തമ്മിലുള്ള ചൂഷണത്തിന്റെ ചരിത്രത്തിൽ ഒരിടത്ത് അനീതി കൊടുകൊണ്ട് നമ്മൾ കാണുന്നുണ്ടാവും. അനീതിപരമായ ഒരു മൂവ്മെന്റ് എന്താണ് ഉണ്ടായതെന്ന്, ഒരു സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും. അതുകൊണ്ട് അവിടെ നീതി ആവശ്യപ്പെടുന്നു എന്ന് ഒരു വേള നമുക്ക് ബോധ്യവും ഉണ്ടാകാം. നീതി എന്ന വികാരം അനീതിയുടെ ഉറവക്കണ്ണുകളെ തെളിയിച്ചു കാണിക്കുന്നു. ഇവിടെയാണ് കാരുണ്യം വേണ്ടത് എന്ന് നമുക്ക് പ്രസ്പഷ്ടമാകത്തക്ക വിധത്തിൽ അതെവിടെയാണോ അനീതി അരങ്ങേറിയത് അതിനെ നീതി കാണിച്ചു തരിക. അതിനെ അഥവാ ക്ഷമയ്ക്ക് എന്താണോ ആധാരമാകേണ്ടത്, വിട്ടുവീഴ്ചയ്ക്ക് എന്താണോ ആധാരമാകേണ്ടത്, സാരമില്ല എന്ന നിലപാടിന് എന്താണോ കാരണമാകേണ്ടത്, അതിനെ തിരിച്ചറിയിച്ച് പ്രസ്പഷ്ടമാക്കി കൊടുക്കുന്നു നീതിക്ക് വേണ്ടിയുള്ള ദാഹം. വീണ്ടും തിന്മയോടും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. കാരുണ്യം എന്ന് പറയുന്നത് ദയവ് ചെയ്ത് എന്തല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തിന്മയോടും ദ്രോഹത്തോടും അനീതിയോടുമുള്ള പൊരുത്തപ്പെടലിന്റെ പേരല്ല കാരുണ്യം എന്നത്. അവ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും സാരമില്ല എന്ന് പറയുന്ന ഒരു നനഞ്ഞ മനസ്ഥിതി അല്ല കാരുണ്യം എന്ന് പറയുന്നത്. കാരുണ്യം എന്ന് പറയുന്നത് എവിടെയാണോ തിന്മ, എവിടെയാണോ ദ്രോഹം, എവിടെയാണോ അനീതി, അതിന്റെ പ്രഭവസ്ഥാനത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ഉറവക്കണ്ണുകളെ അമർത്തി പിടിച്ചുകൊണ്ട് ഇനി അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആരാണോ അനീതിക്കും ദുഷ്ടതയ്ക്കും ദ്രോഹത്തിനും തിന്മയ്ക്കും വിധേയമായത് അവരുടെ ആ മനുഷ്യ മഹത്വത്തെ എപ്പോഴും വിലമതിക്കുന്ന അപരിമേയമായ കാരുണ്യമാണ് അവിടെ ദൈവത്തിന്റെ കാരുണ്യം. അഥവാ നമ്മളുടെ കരുണ അവിടെ ദൈവത്തിന്റെ കാരുണ്യത്തിലൂടെ നമ്മുടെ കരുണ അവിടെയാണ് പ്രവർത്തന നിരതമാകേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അനീതിക്ക് പരിഹാരം ആവശ്യപ്പെടുകയാണ്. നീതിക്ക് ഉല്ലംഘിക്കുന്ന പരിഹാരമാണ് അത് ആവശ്യപ്പെടുന്നത്. അങ്ങനെ നീതിയുടെ മണ്ഡലം തോൽക്കുകയും കരുണയുടെ മണ്ഡലം പ്രവേശിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ക്ഷമിക്കണം, പൊറുക്കണം, മായ്ക്കണം, മറക്കണം എന്നേക്കുമായി അദ്ദേഹം യാചിക്കുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാല് ഇത് ക്രിസ്തുമസ് കാലമാണ്. എല്ലാ കാലത്തും ഒരു പമ്പര വിഡ്ഢിത്തം ക്രിസ്തുമസ് കാലത്ത് അരങ്ങേറാറുണ്ട്. അത് ക്രിസ്തുമസ് കാലത്തെ വെടിനിർത്തലാണ്. അതിലും ഭേദം പിറക്കാനിരിക്കുന്ന ആ കുഞ്ഞ് ക്രിസ്തു അവന്റെ നെഞ്ചിലേക്ക് വെടി ഉതിർക്കുന്നതല്ലേ. അവൻ എന്നേക്കുമായി ക്ഷമിക്കാൻ പറഞ്ഞു. ഒരു ദിവസം ഭയണത്തെ താഴ്ത്തി വെക്കുമ്പോൾ ആരെയാണ് നമ്മൾ അപമാനിക്കുന്നത്? ഒരു ദിവസം രാജ്യാന്തര അതിർത്തികൾ തുറക്കുകയും പരസ്പരം കേക്കുകൾ കൈമാറുകയും ചെയ്യുമ്പോൾ അവർ അവനെ എറിയുവാനായി കല്ലുകൾ എടുത്തു എന്ന വാക്കല്ലേ നിവൃത്തിയാക്കുന്നത്? നോക്കൂ, അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് ഒരു ദിവസത്തെ ക്ഷമയല്ല, 2 ദിവസത്തെ മറക്കലുമല്ല. എവിടെയാണോ യുദ്ധത്തിന്റെ കാരണം അവിടെ കടന്നു ചെന്ന് ആ കാരണങ്ങളെ ഇല്ലായ്മ ചെയ്ത് പരസ്പരം പുറത്ത് മറന്ന് കാലഘട്ടത്തെ സുവിശേഷീകരിച്ച് ഒരു പുതുമാനവീയത അവിടെ ഉണ്ടാക്കുന്നതിന് പകരം വ്യർത്ഥമായ ചില ആചാരങ്ങൾ കൊണ്ട് അവനെ അപമാനിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? അദ്ദേഹം
അടുത്തതിലേക്ക് കിടക്കുകയുന്നത്. ക്രിസ്തുമസ് ദിനത്തിലെ വെടിനിർത്തൽ എന്നത് ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല. എന്നാലും താൽക്കാലിക വിരാമം എന്ന് പറഞ്ഞിട്ട്, ക്ഷമയുടെ താൽക്കാലിക വിരാമം അല്ല ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് ക്രിസ്മസ് കാലമായതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്തതാണ്. അപ്പോ നമ്മൾ അദ്ദേഹത്തിന്റെ പഠനത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ക്ഷമിക്കുന്നവനും ക്ഷമിക്കപ്പെടുന്നവനും സാരാംശപരമായി ഒരു കേന്ദ്രത്തിൽ പരസ്പരം കണ്ടുമുട്ടുന്നു. അത് വ്യക്തിയുടെ മഹത്വം എന്നതാണ്. ക്ഷമിക്കുന്നവനും ക്ഷമിക്കപ്പെടുന്നവനും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന ബോധ്യത്തിലേക്ക് എത്തുമ്പോഴാണ് നിന്നെ മകനായി വീണ്ടെടുത്തിരിക്കുന്നു എന്ന വാക്കില്ലാത്ത ഒരു ഉപമ നമ്മുടെ മുമ്പാകെ സടകുടഞ്ഞെഴുന്നേൽക്കുന്നത്. അവിടെയുള്ളത് തിരിച്ചറിവിന്റെ ചില്ലറ പ്രശ്നം മാത്രമേ ഉള്ളൂ. ആടയാഭരണങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു, പട്ട് കൊണ്ടുവരാൻ പറഞ്ഞു, പാതുകം കൊണ്ടുവരാൻ പറഞ്ഞു, ഇല്ല പുത്രത്വം കൊണ്ടുവരാൻ പറഞ്ഞില്ല. കാരണം അത് നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മനുഷ്യത്വം നഷ്ടപ്പെടാതെ പരസ്പരം കണ്ടുമുട്ടുന്നതിന്റെ പേരാണ് ക്ഷമ എന്ന് പറയുന്നത്. അവിടെ ക്ഷമിക്കുന്നവനും ക്ഷമിക്കപ്പെടുന്നവനും എല്ലാം ഒരു തട്ടകത്തിൽ നിൽക്കുകയാണ്, ഒരു ചവിട്ടടിയിൽ നിൽക്കുകയാണ്. അതിന്റെ പേര് മനുഷ്യമഹത്വം എന്നാണ്. അത് ഉറപ്പിക്കുമ്പോൾ, മനുഷ്യമഹത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോഴാണ്, അപ്പോൾ മാത്രമാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അപ്പോഴേ സ്വർഗത്തിന് സന്തോഷിക്കാൻ കഴിയൂ. സ്വർഗം 99 എണ്ണം സേഫാണല്ലോ എന്നതിൽ സന്തോഷിക്കുന്നില്ല. ഒരെണ്ണത്തിന് ആത്മാവുണ്ടെന്നും അത് മഹത്വപൂർണമാണെന്നും അറിയുന്ന ഇടയൻ തേടിച്ചെന്ന് മഹത്വപൂർണമായ അവന്റെ ആ അവസ്ഥയെ അവിടെ നിന്ന് മാറ്റി തന്റെ ചങ്കോട് ചേർക്കുമ്പോൾ അവന്റെ അവസ്ഥയെ മാറുന്നുള്ളൂ. മഹത്വം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അവരാദ്യം പടുകുഴിയിലായിരുന്നു ആട്, ഇപ്പോൾ ഇടയന്റെ ചങ്കിനകത്താണ്. അവിടെയാണ് സ്വർഗം സന്തോഷിച്ചത്. പെണ്ണിന്റെ നെറ്റി എന്ന യഥാസ്ഥാനപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ നാണയം തിരിച്ചു വന്നപ്പോഴാണ് സ്വർഗം സന്തോഷിച്ചത്. അപ്പന്റെ ചങ്ക് എന്ന ആ യഥാസ്ഥാനപ്പെടുന്ന സങ്കേതത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ്, ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോഴാണ് ആ ഭവനത്തിൽ ആഹ്ലാദമുണ്ടായത്, സ്വർഗം സന്തോഷിച്ചത്. അതാണ് സന്തോഷം. അദ്ദേഹം 20-ാം ഖണ്ഡിക ഉപസംഹരിക്കുകയാണ്. അതാണ് സന്തോഷം, അത് മാത്രമാണ് സന്തോഷം. ഇവിടെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. എന്താണ് നീതി എന്ന് പറഞ്ഞിട്ട് നീതിയല്ല വേണ്ടതെന്ന് പറഞ്ഞു. കാരുണ്യമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യം കാണിക്കുന്നവൻ ഒരു വലിയ കേമനല്ല എന്നും കാരുണ്യം കാണിക്കപ്പെടുന്നവനും അവനെപ്പോലെ തന്നെ കേമനാണെന്നും പറഞ്ഞു വെച്ചു. ഇതൊക്കെ ഒരു വേള ആദ്യമൊക്കെ നമുക്കൊന്ന് എന്താ പറയുക, അത്ഭുതത്തോടു കൂടിയേ നമുക്ക് നോക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കരുണയുടെ വിവിധ മാനങ്ങളെ പ്രസ്പഷ്ടമാക്കുമ്പോൾ നാളിതുവരെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളെയും അദ്ദേഹം കരുണാപൂർവ്വം തിരുത്തി എഴുതുകയാണ്. അതുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ക്ഷമയുടെ തനിമയെ കാത്തു സൂക്ഷിക്കുക. ക്രിസ്തു വിഭാവനം ചെയ്ത ക്ഷമ അതാണ്, അത് മാത്രമാണ്. അതിന്റെ തനിമയെ കാത്തു സൂക്ഷിക്കുമ്പോൾ നാം മനുഷ്യന്റെ മഹത്വത്തെ കാത്തു സൂക്ഷിക്കുകയാണ്. അതാണ് നമ്മുടെ ദൗത്യം. അദ്ദേഹം പറയുന്നു, അതാണ് നമ്മുടെ കടമ, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് സഭ വിശ്വസിക്കുന്നു. അതാണ് സഭയുടെ കടമ. ഈ തനിമയെ കാത്തു സൂക്ഷിക്കുക, മനുഷ്യന്റെ വ്യക്തിത്വത്തെയും അവന്റെ മഹത്വത്തെയും എല്ലാ കാലത്തെയും ഉയർത്തിപ്പിടിക്കുക. അതെന്തുകൊണ്ടെന്നാൽ അങ്ങനെ പ്രവർത്തിക്കാൻ അവൾക്ക് അവകാശമുണ്ട്, അവൾക്ക് അങ്ങനെ കടമയുണ്ട്, അവൾ അതിനെ ഉയർത്തിപ്പിടിക്കുന്നു. ദൈവകാരുണ്യത്താൽ അവൾ മനുഷ്യ മഹത്വത്തെ പറ്റി സംസാരിക്കാൻ, ചക്രവാളം തൊട്ട് ചക്രവാളം വരെ മനുഷ്യ മഹത്വത്തെ കുറിച്ച് സംസാരിക്കാൻ, ക്ഷമയെക്കുറിച്ച് സംസാരിക്കാൻ, നീതിയെ ഉല്ലംഘിക്കുന്ന കാരുണ്യത്തെ കുറിച്ച് സംസാരിക്കാൻ അവൾ ദൈവത്താൽ പ്രേരിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രത്യേക വാക്യത്തോടു കൂടെ ഉപസംഹരിക്കുകയാണ്. അതിതാണ്: നിങ്ങൾ സൗജന്യമായി സ്വീകരിച്ചു, സൗജന്യമായി കൊടുക്കുവിൻ. അങ്ങനെ സഭയുടെ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും എല്ലാ മാർഗങ്ങളിലും അവളുടെ ശുശ്രൂഷകരുടെയും വിചാരിപ്പുകാരുടെയും മുഴുവൻ ജനതയുടെയും സുവിശേഷാത്മക ദാരിദ്ര്യത്തിലൂടെ കർത്താവിന്റെ വലിയ പ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കാരുണ്യത്തിൽ സമ്പന്നനായ ദൈവത്തെ അവൾ കൂടുതൽ വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നു. അതിനുവേണ്ടി സഭയുടെ സംവിധാനങ്ങൾ, അതിനുവേണ്ടി സഭയുടെ മക്കളായ നമ്മൾ ലോകത്തിൽ കാരുണ്യം എന്തെന്ന് കാണിക്കാൻ, കാരുണ്യത്തിന്റെ മാറ്റപ്പേരാകാൻ സഭ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അത് നമ്മളാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും സഭയുടെ സംവിധാനങ്ങളാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും നമ്മിൽ നിന്ന് വ്യത്യസ്തമായി സഭയ്ക്കൊരു അസ്തിത്വമില്ല എന്ന ബോധ്യത്തിലേക്ക് നമ്മെ നയിച്ചുകൊണ്ട് അവസാനത്തെ അധ്യായത്തിന് തൊട്ടു മുമ്പുള്ള അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അവസാനത്തെ അധ്യായം എന്നത് സത്യത്തിൽ അതൊരധ്യായമോ ഒരു പഠനമോ എന്നതിനേക്കാൾ ഉപരിയായി അതൊരു നിലവിളിയാണെന്നേ പറയേണ്ടൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലല്ലാതെ നമുക്ക് ഈ അധ്യായത്തെ സമീപിക്കാനാവില്ല. പ്രാർത്ഥനയുടെ പശ്ചാത്തലം എന്നതിനേക്കാൾ ഉപരിയായി ഇതിങ്ങനെ പരന്നു കിടക്കുന്ന, കൃത്യമായി പറഞ്ഞാല് 8 ഖണ്ഡികകളായി പടർന്നു കിടക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഒരുപാട് കാര്യങ്ങൾ എണ്ണിപ്പാടുകയാണ് സഭ. അവളുടെ നാഥന്റെ മുമ്പാകെ കൈകൂപ്പി മുട്ടുകുത്തി കാരുണ്യത്തിനായി അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 15-ാമത്തേതും അവസാനത്തേതുമായ ഉപശീർഷകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സഭ കർത്താവിന്റെ കാരുണ്യം അപേക്ഷിക്കുന്നു. സഭ കർത്താവിന്റെ കാരുണ്യം അപേക്ഷിക്കുന്നു. ക്രൂശിതനും ഉദ്ധിതനുമായ ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട ദൈവകാരുണ്യത്തെ സഭ പ്രഘോഷിക്കുന്നു. ജനങ്ങളിലൂടെ നീതി, അതിലധിഷ്ഠിതമായ കാരുണ്യം വെളിവാക്കപ്പെടാൻ സഭ ദത്തശ്രദ്ധയാണ്. അവൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ നല്ലതും മാനുഷികവുമായ ഒരു വ്യവസ്ഥ ഈ ലോകത്തിൽ സംജാതമാകാൻ വേണ്ടി സഭ സദാ ഉത്സുകയാണ്. സഭ സദാ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. സഭ അതിനുവേണ്ടി ഈ കാലഘട്ടത്തിൽ സദാ പ്രാർത്ഥിക്കുന്നു. നമുക്കും ഒരു നിമിഷം ഇനി അങ്ങോട്ടുള്ള ക്ലാസിന്റെ ബാക്കി ഭാഗങ്ങൾ ഒരു പ്രാർത്ഥനയായി രൂപാന്തരപ്പെടുത്തുന്നതാണ് നല്ലത് എന്ന് എനിക്കും തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇരിക്കുന്നിടത്തിരുന്ന്, കേൾക്കുന്നിടത്തിരുന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെ ഹൃദയത്തെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഉയർത്താം. ദൈവമേ, കരുണ എന്ന വാക്കിന്റെ അർത്ഥം നഷ്ടപ്പെടുമ്പോൾ അത് തിരിച്ചു പിടിക്കാൻ സഭ പ്രാർത്ഥിക്കുന്നു. എവിടെയൊക്കെയാണോ കരുണ എന്നത് അടിമ ഉടമ സമ്പ്രദായത്തിന്റെ മാറ്റപ്പേരാകുന്നത്, അവിടെ ഒന്നും അത് അപ്രകാരമാകാതിരിക്കാൻ, കരുണ ഉദാത്തമായി ഉയർത്തെഴുന്നേൽക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിലെ വിലാപങ്ങളാൽ അങ്ങയുടെ സഭ മുദ്രിതയായിരിക്കുന്നു എന്ന് ദയതോന്നി അങ്ങ് കാണണമേ. മരണത്തെക്കാൾ ശക്തമായ, പാപത്തെക്കാൾ ശക്തമായ ദൈവസ്നേഹത്തിന്റെ വാഹകയായിരിക്കാൻ അങ്ങ് സഭയെ സഹായിക്കണമേ. സഭയിലെ ഓരോ അംഗങ്ങളും ഈ അനുപമമായ കരുണയാൽ നിറയപ്പെടട്ടെ. ദൈവമേ, അങ്ങയുടെ കരുണ സ്വീകരിക്കുന്ന ഞങ്ങൾ, അനവരതം അങ്ങയെ പാടി സ്തുതിക്കുന്ന ഞങ്ങൾ, അവർണ്ണനീയമായ അങ്ങയുടെ കൃപയെ പ്രഘോഷിക്കുന്ന ഞങ്ങൾ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലുള്ളവരോട് നിതാന്തമായ കരുണയുള്ളവരായിരിക്കുവാനും അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും കരുണ പ്രഘോഷിക്കുവാനും അടിയങ്ങളെ പ്രേരിപ്പിക്കണമേ, ശക്തരാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആധുനിക മനുഷ്യൻ ഭീഷണി അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ, സംഘർഷവും അതും ബാഹ്യവും ആന്തരികവുമായ സംഘർഷങ്ങളാൽ മുഖരിതമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, വിഭജിതമായ മനുഷ്യകുലത്തിന്റെ നിലവിളിയുള്ള ഈ കാലഘട്ടത്തിൽ, കരുണാരാഹിത്യം അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി അങ്ങ് കേൾക്കണമേ. ഈ പറഞ്ഞതിനെ എല്ലാം നിതാന്തമായ ഒരു പ്രാർത്ഥനയാക്കി, ജാഗ്രതാപൂർവമുള്ള ഒരു നിലവിളിയാക്കി, താൻ സൃഷ്ടിച്ച എന്തിനേയും അവാച്യമായ ഹെസദിനോടുകൂടെ സ്നേഹിക്കുന്ന അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, നഷ്ടപ്പെട്ട ആടുകളുടെ സംഖ്യ ദശലക്ഷങ്ങളാണെങ്കിലും അങ്ങ് തേടി വരും എന്ന് ഞങ്ങൾക്കറിയാം.
എത്ര ആയിരങ്ങൾ നഷ്ടപ്പെട്ടാലും അവയെ ഓരോന്നിനും കണ്ടെത്താൻ തക്കവണ്ണം അങ്ങയുടെ ഹെസദ് ശക്തമാണ്. അവയെ മാറോടണയ്ക്കാൻ തക്കവണ്ണം അങ്ങയുടെ റഹാമിം മാധുര്യമേറിയതാണ്. ഞങ്ങൾ പ്രത്യാശിക്കുന്നു, ഞങ്ങൾ പ്രഘോഷിക്കുന്നു. ദൈവമേ, നോഹിന്റെ കാലത്തേതുപോലെ ഞങ്ങളൊരു പ്രളയം അർഹിക്കുന്നുണ്ടെങ്കിലും ലോകം ശിക്ഷ അർഹിക്കുന്നുണ്ടെങ്കിലും അവയെ ഉല്ലംഘിക്കുന്ന അങ്ങയുടെ സ്നേഹത്താൽ അങ്ങ് ഈ ലോകത്തെ കരുതുന്നു. ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ അറിവിനെ അനുഭവമാക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യത്തിന്റെ അമ്മയായിരിക്കുന്ന, തലമുറ തോറും പ്രബലമായിരിക്കുന്ന കാരുണ്യത്തെ പ്രഘോഷിച്ച അമ്മയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ തിരിയുന്നു. അവൾ കരുണയുടെ മാതാവാണ്, തിരുസഭയുടെ ആദ്യ അംഗവുമാണ്. അവളോടൊത്ത് അവളെ പോലെയാകാൻ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ സഭയും കാരുണ്യത്തിന്റെ മാതാവ് എന്ന അഭിധാനം സ്വീകരിക്കുന്നു. കർത്താവെ, കനിയുമാറാകണമേ. ആധുനിക മനുഷ്യൻ ദൈവം അനാവശ്യമാണ് എന്ന് പറയുമ്പോൾ ദൈവമേ, അവരോട് കരുണയുള്ളവരായിരിക്കണമേ. പിതാവേ, അവരോട് ക്ഷമിക്കണമേ എന്ന ക്രൂശിതന്റെ പ്രാർത്ഥന അവിടുത്തെ മണവാട്ടിയും അങ്ങയോട് ഏറ്റുപറയുന്നു. ഈ ലോകത്തിൽ മനുഷ്യനെ ദ്രോഹിക്കുന്ന, ക്രിസ്തുവിനെ ദ്രോഹിക്കുന്ന, മഹാദുരിതങ്ങളിൽപ്പെട്ടവനെ മാറ്റി നിർത്തുന്ന എല്ലാവരോടും കരുണയായിരിക്കണമേ എന്ന് ക്രിസ്തുവിനോടൊത്ത് അവിടുത്തെ സഭ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തെക്കുറിച്ചുള്ള ആകുലത, ഓ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രന്റെ സ്നേഹത്താൽ പ്രബലപ്പെട്ടതും അങ്ങയുടെ പ്രിയപുത്രനാൽ കൽപ്പിക്കപ്പെട്ടതുമാണല്ലോ. അതിനാൽ ആകുലതയോടുകൂടെ ഞങ്ങൾ ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭ ഈ ലോകത്തെ അങ്ങയുടെ തിരുമുമ്പാകെ ക്രിസ്തുവിൽ എടുത്തുയർത്തുന്നു. താരതമ്യാതീതമായ മനുഷ്യമഹത്വം, ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത മനുഷ്യമഹത്വം, അതിനെ ദുരുപയോഗിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി ഓ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമേ, അങ്ങയോട് കൃപയാചിക്കുന്നു. കാരുണ്യത്തെ വീണ്ടും ശ്രവിക്കാനുള്ള ആന്തരിക ശ്രവണപുടങ്ങളെ ജനതകൾക്കും ജനങ്ങൾക്കും വ്യക്തികൾക്കും രാഷ്ട്രങ്ങൾക്കും സമൂഹങ്ങൾക്കും നൽകണമേ എന്ന വിലാപത്തോടുകൂടെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ സ്നേഹം പുത്രന്റെ മിശിഹാ രഹസ്യത്തിലും പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിലും തുടർ നടപടികളിലും കൂടി പ്രവർത്തനത്തിലൂടെ ഈ ലോകത്തിൽ സന്നിഹിതമാണ് എന്ന് കാണാനും അറിയാനും വിശ്വസിക്കാനും അനുഭവിക്കാനും അങ്ങ് ലോകത്തെ അനുഗ്രഹിക്കണമേ. ആധുനിക ലോകം പിതാവേ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറ തോറും കരുണ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ലോകമുണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കരുണയുള്ളവരാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ളവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്, കാരുണ്യത്തോടുകൂടെ ഞങ്ങളെ നോക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ സഹജീവികളോട് കാരുണ്യം കാണിക്കുന്നത് വഴിയായി ക്രിസ്തുവിനോട് തന്നെയാണ് ഞങ്ങൾ കാരുണ്യം കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ, ആന്തരികതയെ അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലും ഉപരിയായി ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. പാപം ചെയ്ത് മലീമസമായ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ അങ്ങ് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ നവീകരിക്കപ്പെടാനുള്ള അദമ്യമായ ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഇത് അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്നു. ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നാവായി അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്നു. കാരുണ്യം പെയ്തിറങ്ങട്ടെ, ഈ ലോകത്തെ അത് രൂപഭേദപ്പെടുത്തട്ടെ. അങ്ങനെ ദൈവമേ, തുടങ്ങിയതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ലോകം മുന്നോട്ട് നീങ്ങുവാനും അങ്ങനെ ഈ ലോകത്തെ കൂടുതൽ ദൈവോന്മുഖമായി മാറ്റുവാനും ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങൾ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം അവസാനിപ്പിക്കുന്നത്
സഭയുടെ അസ്തിത്വത്തെക്കുറിച്ച് നമ്മെ ഒരിക്കൽ കൂടി ഒന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ, അതായത് പിതാവിനെ ക്രിസ്തുവിൽ കാണാൻ അനുവദിക്കുന്ന, ഓർമ്മിക്കുന്നുണ്ടാവും ആ വാക്ക്, ഇത് അവസാനമാണിത്, അവസാനത്തെ വാക്യമാണ് ഞാൻ പറയുന്നത്. ഇത് ആദ്യത്തെ വാക്യവുമായി ബന്ധമുണ്ട്. ഇത്രയും കാലം എന്നോട് കൂടി ഉണ്ടായിട്ടും പീലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കാം. ക്രിസ്തുവിൽ തന്നെ കാണാൻ അനുവദിക്കുന്ന പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ സഭയുടെ അസ്തിത്വത്തിന്റെ കാരണം. കാരണം എന്ന് പറഞ്ഞ അസ്തിത്വത്തിന്റെ കാര്യം, അതാണ് അതിന്റെ ശരി. നൂറ്റാണ്ടുകളായി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നതും യേശുക്രിസ്തുവിലൂടെ കാലത്തിന്റെ തികവിൽ യഥാർത്ഥത്തിൽ മനുഷ്യനുമായി പങ്കുവെക്കപ്പെട്ടതുമായ ആ രഹസ്യത്തോടുള്ള സഭയുടെ അടുപ്പം വലുതായിരിക്കണം. മനുഷ്യ ചരിത്രത്തിൽ നിന്നുണ്ടാകുന്ന എതിർപ്പ് എത്ര ശക്തമായിരുന്നാലും അത് പ്രശ്നമല്ല. ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ കരുണാസമ്പന്നത ഈ ലോകത്തിൽ പ്രയോഗത്തിലാക്കാൻ സഭ എത്ര ശ്രദ്ധയായിരിക്കണം. അതിന് മനുഷ്യ ചരിത്രത്തിന്റെ എതിരുണ്ടാകുന്ന നിസ്സംശയം അദ്ദേഹം പറഞ്ഞു വെക്കുക. പക്ഷേ അത് പ്രശ്നമല്ല എന്ന ധീരോദാത്തമായ ചുവടാണ് അദ്ദേഹം എടുക്കുന്നത്. ആ എതിർപ്പിനേക്കാളും ആ ദൈവ നിഷേധത്തെക്കാളും ശക്തമായിരിക്കണം ആ അടുപ്പം, ആഗ്രഹം, ഉയർത്തിപ്പിടിക്കുന്ന ആ ലക്ഷ്യം. ക്രിസ്തുവിൽ പിതാവിനെ കാണാൻ ആഗ്രഹിക്കുന്ന സകലർക്കും സമീപസ്ഥമായ സഭയിലേക്ക് കടന്നു വന്നാൽ ക്രിസ്തുവിലൂടെ പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കാം. ആ ഒരു ലക്ഷ്യം അത് മറ്റെന്തൊരു ലക്ഷ്യനിഷേധികളായ തടസ്സങ്ങളെക്കാളും വലുതായിരിക്കണം. അദ്ദേഹം സാക്ഷ്യം പിടിക്കുന്നു, അദ്ദേഹം അനുഗ്രഹിക്കുന്നു, അദ്ദേഹം ഉറപ്പു പറയുന്നു. അവസാനത്തെ കുഞ്ഞുവാക്യം ഇതാണ്: എൻ്റെ ശ്ലൈഹിക ആശീർവാദങ്ങൾ. എൻ്റെ ശ്ലൈഹിക ആശീർവാദങ്ങൾ. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇത് അവസാനിപ്പിക്കുമ്പോൾ എന്നെ കേട്ട നാം ഓരോരുത്തരുടെയും തലയ്ക്ക് മുകളിൽ ആ വിശുദ്ധന്റെ കൈ ഉയർന്നു നിൽക്കുന്നു. അതിനു മുപ്പുറത്ത് കാരുണ്യത്തിന്റെ ആൾരൂപമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നവന്റെ തുളയ്ക്കപ്പെട്ടവൻ കരങ്ങളും ഉയർന്നു നിൽക്കുന്നു. അവയെല്ലാം നമ്മൾ കാണുന്നത് പിതാവായ ദൈവത്തിന്റെ അപരിമേയമായ കാരുണ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ്. നമ്മളിവിടെ കരുണാസമ്പന്നൻ എന്ന ചാക്രിക ലേഖനം ഉപസംഹരിക്കുകയാണ്. ഇതിങ്ങനെ അവസാനിപ്പിക്കാൻ ദൈവം എനിക്ക് തന്ന, നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ എന്നെ ശക്തിപ്പെടുത്തിയ ആ കാരുണ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഒരിക്കൽ കൂടി പരിശുദ്ധ മാതാവിനും ത്രിയേക ദൈവത്തിനും നന്ദി സമർപ്പിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തോത്രവും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. സകല പുണ്യവന്മാരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയിലൂടെയാണ് നമുക്കിത് ഭംഗിയായിട്ട് എടുക്കാൻ കഴിഞ്ഞത്. ഭംഗി എന്ന് പറയാൻ പറ്റുകയില്ല, എല്ലാ പരിമിതികളോടും കൂടെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞത്. നിങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു. ബ്യൂട്ടിഫുൾ. എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടോ ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഇതുവരെയുള്ളതിനെ ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഈ ഒരു ചാക്രിക ലേഖനമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ദൈവകാരുണ്യത്തെ സംബന്ധിച്ചിട്ടോ. ഇനി ഈ വിഷയമല്ല നമ്മൾ എടുക്കുക. അപ്പൊ എന്താ വെച്ചാൽ ദൈവകാരുണ്യത്തെ സംബന്ധിക്കുന്ന അനുഭവം ആയാലും തിരക്കെടുന്നില്ല, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഇറ്റ്സ് ആൻ ഓപ്പൺ ഫോറം. പുറത്തേക്ക് വരാമല്ലോ. അപ്പൊ കരുണാസമ്പന്നൻ വളരെ കാരുണ്യത്തോടെ 8-9 ആഴ്ചയോട് അല്ലേ, 9 ആഴ്ച, അതെ, 10ാമത്തെ ആഴ്ച നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റി. അതെ,
വളരെ നല്ല അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും ജോൺചാൻ പ്രാർത്ഥനയുടെ അവസാനം പറഞ്ഞ പോലെ തീർച്ചയായിട്ടും പിന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മനസ്സിലൂടെ ഉള്ളൊരു പോക്കായിരുന്നു. തീർച്ചയായിട്ടും പുണ്യാളന്റെ അനുഗ്രഹം സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു തന്നെ അതുപോലെ ഒരു അനുഭവം തന്നെയാണ്. ഈ കേട്ട കാര്യം ഇത്ര ആഴ്ചകളായിട്ട് ആ കാരുണ്യം എന്നുള്ള ഒരു സബ്ജക്റ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ ക്ലാസ്സിന്. വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട സമയം എന്ന് തന്നെ പറയണം. എനിക്ക് തോന്നുന്നില്ല ഇതിൽ പങ്കെടുത്ത ആരെങ്കിലും ഇത് എപ്പോഴൊക്കെ ഈ പ്രത്യേക ആ സബ്ജക്റ്റ് എത്ര ഡീപ്പാണ് ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഈ മേഴ്സി എന്നുള്ള സംഭവം അത് ഒരു മനുഷ്യനും മിസ് ചെയ്യില്ല ഇതിനകത്ത് പങ്കെടുത്തവര് എന്ന് എനിക്ക് ഉറപ്പാണ്. അത് കാരുണ്യം ദൈവത്തിന്റെ ഹൃദയത്തെ തൊടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമായിരുന്നു. അത് ഇതിനേക്കാളും ഭംഗിയായിട്ട് ഒരു മനുഷ്യനും എടുക്കാനും പറ്റത്തില്ല. കാരണം അത് വെറുതെ വായിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ വളരെ വിരസമായി പോകും. യോണിച്ചാൻ മാത്രമേ അതിനകത്ത് അതിൻ്റെതായ കോൺട്രിബ്യൂഷൻസും ചില ഭാഷയുടെ പ്രയോഗങ്ങളൊക്കെ കേട്ട് ഞാനിവിടെ ഇരുന്ന് ഞെട്ടും. ഇങ്ങനെ വരുന്നത് കൃത്യമായിട്ട് എനിക്കും അറിയാമല്ലോ. നമ്മളിങ്ങനെ ഓരോന്ന് വായിച്ചിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നമ്മളത് തന്നെ ഇപ്പോൾ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തങ്ങ് പറഞ്ഞു പോവുകയുള്ളൂ. പിന്നെ വേറെ അതിനകത്ത് കൂട്ടിച്ചേർക്കാനൊന്നും കിട്ടത്തില്ല. അതുപോലെയല്ല. ഇത് എത്ര മനോഹരമായിട്ടാണ് അത് മുഴുവനും സാംശീകരിച്ചുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്. ഭാഷാ സ്വാധീനം മാത്രമല്ല. എനിവേ ഒരുപാട് നന്ദി കേട്ടോ. എന്തോ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു കേട്ടാ. ഞാനൊരു കാര്യം പറയണെങ്കിൽ ഞാൻ ഈ തുടക്കത്തില് ഇത് സീരീസ് തുടങ്ങാനായിട്ട് മുമ്പ് ജോസ് കുട്ടി സാറിന്റെ വെബ്സൈറ്റ് അഡ്രസ് ഒക്കെ വാങ്ങിച്ച് ഞാൻ തുടങ്ങി. ആദ്യത്തെ ഒരു 25 പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി. അത് ഞാൻ വായിച്ച് മനസ്സിലാക്കാൻ എനിക്ക് ഒരു 6 ദിവസമായി. അന്ന് ഈവനിങ് ക്ലാസ് എടുത്തപ്പോ ജോണിച്ചായത് ഒരു 10-15 നിമിഷത്തിൽ അതൊക്കെ കവർ ചെയ്ത് പോയി. ഇതിപ്പോ ഞാൻ 6 ദിവസം എടുത്ത് മനസ്സിലാക്കിയ കാര്യങ്ങളും മനസ്സിലാക്കില്ലേ, പാതിയെ മനസ്സിലായല്ലോ. അതാണ് ജോണിച്ചാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ പോയിന്ന് കണ്ടപ്പോ ഞാനൊക്കെ ഒന്നല്ലാതായി. ദൈവം തന്നൊരു കൃപ, അതിൽ കൂടുതലൊന്നും പറയാനില്ല. അല്ല, കുഞ്ഞച്ചൻ സാറ് പറഞ്ഞ മാതിരി വേറെ ആര് എക്സ്പ്ലെയിൻ ചെയ്താലും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുമെന്നുള്ളത് ഒരു സംശയം തന്നെയാ. പറ്റത്തില്ല. ഇങ്ങനെ ഫ്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഭാഷാശൈലി അതിഗംഭീരം. എന്തോ ഭാഷാശൈലി അല്ലേ? കറക്റ്റ് ആ വേർഡ്സ് കറക്റ്റ് വേർഡ്സ് ആണ് വരുന്നത്. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. ഒരു മലയാള അധ്യാപകൻ ഇത്രയും നന്നായിട്ട് സംസാരിക്കത്തില്ല മലയാളം. കുഞ്ഞച്ചന് ഞാൻ കൂടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പും. ഈ വരുന്ന വൊക്കാബുലറി എങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരാൻ പറ്റുമെന്ന് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ദൈവം തരുന്ന ഒരുപാട് കുറവുകളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു നിറവ് തരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. വാക്കിന് പഞ്ഞം ഉണ്ടായിട്ടില്ല ഇതുവരെ ദൈവം സഹായിച്ചിട്ട്. അങ്ങനെ അടുത്ത തീരുമാനിച്ചോ തീരുമാനിക്കുന്നത്